നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ചില വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു. അതിന് ഉത്തരം ആ വീഡിയോയിൽ തന്നെ ഞാൻ കമന്റായി നൽകാം. ഇന്ന് മാൻമെയ്ഡ് ഐലൻഡുകളുമായി ബന്ധിപ്പിച്ച് ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ ഇഷ്ടംപോലെ ദ്വീപുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് മനുഷ്യൻ നിർമ്മിച്ച ദ്വീപുകളാണ്. ആ ദ്വീപുകളാണ് എനിക്ക് പുറകിലുള്ളത്. ആ ദ്വീപുകളുമായി ബന്ധിപ്പിച്ചുള്ള ചില ചോദ്യങ്ങളാണ് കഥയുടെ അവസാനത്തിൽ ഞാൻ ചോദിക്കാനായി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. മാർക്ക് ഫെല്ലറും ഗൂഷീഷനും മുഖാമുഖം എത്തിയതും ഗൂഷീഷൻ അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തി. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു പച്ച പ്രകാശം മാർക്കിനെയും എമോട്ടർ ക്രെയിനെയും കടന്ന് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന്റെ ഭാഗത്തേക്ക് എത്തി. മാർക്ക് ഫെല്ലറും എമോട്ടർ ക്രെയിനും കടന്നു വന്ന ആ വാതിലിൽ ആ പ്രകാശം ഒന്ന് പതിച്ചു. അതൊരു സീലാണ്. ഹൈറപ്സ് ഗൂഷീഷന് കൊടുത്ത ഒരു പ്രത്യേക ആയുധമാണ് യഥാർത്ഥത്തിൽ ആ പച്ചപ്രകാശം. മാർക്ക് ഫെല്ലറും അയാൾക്കൊപ്പം നിന്ന ആളും ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഗൂഷീഷൻ ആ എൻട്രൻസ് സീൽ ചെയ്തത്. എൻട്രൻസ് സീൽ ചെയ്ത ഗൂഷീഷൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണോ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്? ഗൂഷീഷൻ, നിന്നെ കൊള്ളാൻ ഞങ്ങൾ രണ്ടും മതി. അത് കേട്ടതും ഗൂഷീഷൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഗൂഷീഷൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്കെന്താ വട്ടായോ? ശീഷൻ, എനിക്ക് വട്ടായോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം, ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ശീഷന് ശരിക്കും ദേഷ്യം വരികയാണ്. ശീഷൻ ദേഷ്യത്തോടെ അയാളുടെ പുറകെ നിൽക്കുന്ന ആളുകളെ നോക്കി. ആ നിമിഷത്തിൽ ആ മാർക്കിസ്റ്റുകളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആ രണ്ട് മാർഷൽ സെയിന്റുകളും ഉറക്കെ അലറുകയാണ്. കൊല്ലവരെ! സകലരും ഒന്നിച്ചങ്ങനെ അലറുമ്പോൾ മാർക്ക് ഫെല്ലർ ഇമോട്ടർ ക്രെയിനോട് പറഞ്ഞു, ബ്രദർ, ഗൂഷീഷിനെ ഞാൻ നോക്കാം, ബാക്കിയുള്ളവരെ ബ്രദർ നോക്കണം. മാർക്ക് അങ്ങനെ ആവശ്യപ്പെട്ടതും ഇമോട്ടർ ക്രെയിൻ ഒന്ന് തലകുലി. ഇമോട്ടർ ക്രെയിൻ തലകുലിക്ക് ആ നിമിഷത്തിൽ ഇമോട്ടർ ക്രെയിൻ്റെ തലയ്ക്ക് പിന്നിലായി പെട്ടെന്ന് ഒരു വലിയ കൊക്കിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു യഥാർത്ഥമായ ഫാൻറ്റം, ഒരു കൂറ്റൻ കൊക്കാണ് അതിമനോഹരമായി ഇമോട്ടർ ക്രെയിൻ്റെ തൊട്ടു പുറകിലായി പ്രത്യക്ഷപ്പെട്ടത്. ഇമോട്ടർ ക്രെയിന് പല പക്ഷികളുടെയും രൂപം അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇമോട്ടർ ക്രെയിൻ്റെ പുറകിലായി ആ പക്ഷി അങ്ങനെ ചിറക് വിരിച്ച് നിന്നതും ഗൂഷീഷൻ അയാളുടെ അനുയായികളോട് പറഞ്ഞു, അറ്റാക്ക്! കേൾക്കേണ്ട താമസം മാർഷൽ സെയിന്റുകളായ ഫിന്നും ടിൻയാവും നേതൃത്വം കൊടുക്കുന്ന ആ ടീം മാർക്ക് ഫെല്ലർക്കും ഇമോട്ടർ ക്രെയിനും നേരെ കുതിച്ചു. തങ്ങൾക്ക് നേരെ കുതിച്ചു വരുന്ന ആ മാർക്കിസ്റ്റുകളെ നേരിടാനായി ഇമോട്ടർ ക്രെയിൻ റെഡിയായതും മാർക്ക് ഫെല്ലർ ഗൂഷീഷിന് നേരെ തിരിഞ്ഞു. മാർക്ക് ഗൂഷീഷിന് നേരെ കുതിക്കാനായി ശ്രമിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് ഒന്ന് കുലുങ്ങി. ആ മിസ്റ്റിക് വേൾഡ് ഒന്ന് കുലുങ്ങുമ്പോൾ ആളുകൾ ആദ്യം ശ്രദ്ധിച്ചത് ഒരു മുഴക്കമാണ്. തറ ഒന്ന് കുലുങ്ങുന്നു, ഒരു മുഴക്കം ഉണ്ടാവുന്നു. ഭൂമി കുലുക്കമൊക്കെ വരുന്ന ആ ശൈലിയിലുള്ള ഒരു വിറയലാണ് ആദ്യം എല്ലാവർക്കും തോന്നിയത്. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചക്കായി നിന്നതും അവര് ആ കാഴ്ച കണ്ടു. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ പല ഭാഗത്തു നിന്നായി ആകാശത്തേക്ക് പ്രകാശരശ്മികൾ ഉദിച്ചു ഉയരുന്നതാണ് അവർ കണ്ടത്. പൂക്കുറ്റി കത്തിക്കുമ്പോൾ പ്രകാശം മുകളിലേക്ക് കുതിച്ചു പായുന്ന പോലെ ഭൂമിയിൽ നിന്ന് പ്രകാശം മുകളിലേക്ക് എങ്ങനെ കുതിച്ചു ഉയരുകയാണ്. അമ്പരപ്പോടെ സകലരും ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം വലിയ തൂണായി മാറി. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന ആ പ്രകാശം ശരിക്കും വലിയ തൂണായി ആകാശത്തിൽ അങ്ങനെ തട്ടി നിൽക്കുകയാണ്. ആ തൂണിന്റെ അഗ്രം കാണാൻ പറ്റുന്നില്ല. അത്രയും പൊക്കത്തിലാണ് ആ തൂൺ ഉണ്ടായിരിക്കുന്നത്. ആ തൂണിലേക്ക് നോക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം കൂടി കാണാം. ആ തൂണിൽ പല നിറങ്ങളുണ്ട്. മഴവില്ലിന്റെ നിറമാണ് ആ തൂണിനുള്ളത്. ഒരു തൂണല്ല ഉണ്ടായിരിക്കുന്നത്. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് ചുറ്റുമായി 8 തൂണുകളാണ് ഉണ്ടായിരിക്കുന്നത്. 8ഉം ആകാശം തൊട്ടു നിൽക്കുകയാണ്. ആ തൂണുകളെല്ലാം ശരിക്കും കൂറ്റൻ തൂണുകളാണ്. മഴവില്ലിന്റെ നിറമുള്ള ആ പ്രകാശ തൂണുകൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനെ ഏതാണ്ട് പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് മാർക്ക് ഫെല്ലറും എമോട്ടർ ക്രെയിനും അമ്പരപ്പോടെ ആ തൂണുകളിലേക്ക് നോക്കുമ്പോൾ സാക്ഷാൽ സീസറുടെ ശബ്ദം അവർ കേട്ടു. സീസർ ഉറക്കെ അലറുകയാണ്, ഇത് ഇമോട്ടോ സ്ലെയിങ് സെക്ഷന്റെ സീക്രട്ട് ടെക്നിക്കാണ്, എല്ലാവരും ഓടി രക്ഷപ്പെടൂ, ഓടി രക്ഷപ്പെടൂ. സ്റ്റാർ സീസർ അങ്ങനെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആ മാർക്കിസ്റ്റുകളും ആ രണ്ട് മാർഷൽ സെയിന്റുകളും ഗൂഷീഷനും ഈ കാഴ്ച കാണുന്നുണ്ട്. അവരൊക്കെ ആ 8 തൂണുകളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ 8 തൂണുകളിൽ
അമ്പരപ്പോട് നോക്കി നിൽക്കുന്ന മാർക്വിസുകളെയും ആ രണ്ട് മാർഷൽ സെയിന്റുകളെയും നോക്കി സീസർ ഒരിക്കൽ കൂടി അലറി, ഏയ് ഓടി രക്ഷപ്പെട, ഇത് ഇമോർട്ടൽ സ്ലൈങ് സെഷന്റെ സീക്രട്ട് ടെക്നിക്കാണ്, ഓടി രക്ഷപ്പെട. സീസർ ഒരിക്കൽ കൂടി അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരാളും സീസറുടെ വാക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും സീസർ ഗൂഷീഷനോട് പറഞ്ഞു, മാസ്റ്റർ അവരുടെ പിന്മാറാൻ പറ. മാർക്വിസുകളുടെ ജനറൽ ആയിരുന്നു നേരത്തെ ഈ സ്റ്റാർ സീസർ. സ്റ്റാർ സീസറുടെ ആ ജനറൽ പദവി സ്റ്റാർ സീസർക്ക് നഷ്ടമായി എന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ് സീസർ ആവശ്യപ്പെട്ടിട്ടും മാർക്വിസുകൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആ സാഹചര്യം. അത് മനസ്സിലാക്കിയ സീസർ മാസ്റ്റർ ഗൂഷീഷനോട് ഉത്തരവിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. സീസർ അത് പറഞ്ഞതും സീസറുടെ അടുത്ത് നിൽക്കുകയായിരുന്ന ഷീഷൻ കൈ ഉയർത്തി ഒരു അടിയാടി. അടിയേറ്റ സീസർ ശരിക്കൊന്ന് കറങ്ങിയെന്ന് പറയാം. സ്റ്റാർ സീസർ ഒരു മിഡിൽ ലെവൽ മാർഷൽ സെയിന്റ് ആണ്. ഗൂഷീഷൻ ആണെങ്കിൽ പീക്ക് ലെവൽ മാർഷൽ സെയിന്റുമാണ്. ഗൂഷീഷനും സ്റ്റാർ സീസറും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആ സീസറെയാണ് പരസ്യമായി ഷീഷൻ ഇതാ മർദ്ദിച്ചിരിക്കുന്നത്. സീസറിന്റെ കവളിൽ ആഞ്ഞടിച്ചതിന് ശേഷം ഷീഷൻ സീസറോട് പറഞ്ഞു, നീയും മാർക്കും തമ്മിലുള്ള ഒത്തുകളി എനിക്ക് മനസ്സിലായില്ല എന്ന് കരുതരുത്. ഷീഷൻ അങ്ങനെ പറഞ്ഞ അതേ നിമിഷത്തിൽ ഒരു ശബ്ദം, ഒരു അശ്ലീലി പോലെ അവിടെ ഒന്ന് മുഴങ്ങി. ഏയ് മാർക്ക് ഫെല്ലർ, താങ്ക് യു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ആ ശബ്ദം അങ്ങനെ പറഞ്ഞതും മാർക്ക് ആളെ തിരിച്ചറിഞ്ഞു. സീസർ നേരത്തെ പറഞ്ഞപ്പോഴും ആ 8 തൂണുകൾ കണ്ടപ്പോഴും മാർക്കിന്റെ മനസ്സിൽ കടന്നു വന്ന അതേ രൂപം, അതേ ആളിന്റെ ശബ്ദമാണ് മാർക്ക് ഇപ്പൊ കേൾക്കുന്നത്. ആ ശബ്ദത്തിനുടമ സാക്ഷാൽ ടോറസ് ആണ്. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ആ ടോറസിന്റെ ശബ്ദം അങ്ങനെ കേട്ടതും മാർക്ക് ഉറക്കെ ടോറസിനോട് ചോദിച്ചു, ഏ ടോറസ്, നീ കഴിഞ്ഞ തവണത്തെ പാഠം പഠിച്ചില്ല എന്നുണ്ടോ? അങ്ങനെ ടോറസിനോട് മാർക്ക് ഫെല്ലർ ചോദിച്ചതും ടോറസിന്റെ ആ അശരീരി വീണ്ടും മുഴങ്ങി. ഏ മാർക്ക് ഫെല്ലർ, കഴിഞ്ഞ തവണ ആ മാസ്ക് വെച്ച സ്ത്രീ എന്റെ പദ്ധതികൾ പൊളിച്ചു. പക്ഷെ എന്നും അവര് എന്റെ പദ്ധതി പൊളിക്കാൻ വരില്ല എന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു. ഇന്ന് ഒരു കാരണവശാലും അവർ വരില്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ടോറസ് പറഞ്ഞപ്പോ മാർക്ക് ഫെല്ലർ ഗൂഷീഷനോട് പറഞ്ഞു, ഏ ഷീഷൻ, നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് അല്പനേരം നീട്ടിവെക്കാം. നമുക്ക് ഈ സ്കൈ ബ്ലഡ് റെയിൻബോയെ കണ്ടുപിടിക്കണം. അവൻ തികച്ചും അപകടകാരിയാണ്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ഷീഷൻ മാർക്കിനോട് പറഞ്ഞു, ഏ മാർക്ക്, നിന്റെ അടവുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. അങ്ങനെ ഷീഷൻ പറഞ്ഞ അതേ നിമിഷത്തിൽ സീസർ ഷീഷനോട് പറഞ്ഞു, മാസ്റ്റർ അങ്ങനെയല്ല, മാർക്ക് പറയുന്നത് അങ്ങ് കേൾക്കണം. ഈ സ്കൈ ബ്ലഡ് റെയിൻബോ നമ്മൾ വിചാരിക്കും പോലെ സിമ്പിൾ അല്ല. സ്കൈ ബ്ലഡ് റെയിൻബോയുമായി കഴിഞ്ഞ തവണ സീസർ ഏറ്റുമുട്ടിയ ആ നിമിഷം സീസർ മനസ്സിലുണ്ട്. സ്കൈ ബ്ലഡ് റെയിൻബോ അതിശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സീസർക്ക് ഒരു സംശയവുമില്ല. ബാക്കി അവിടെ നിൽക്കുന്ന ആളുകളും അന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ സ്റ്റേഡിയത്തിൽ നടന്ന ആ ആക്ടിവിറ്റിയിൽ പങ്കാളി ആയവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ബാക്കി ചിത്രം അത്ര വ്യക്തവുമല്ല. പക്ഷേ ഗൂഷിങ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഗൂഷിങ് വഴി കുറെ കാര്യങ്ങൾ ഷീഷൻ അറിയാം. പക്ഷെ ഷീഷൻ അതൊന്നും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. ഷീഷന്റെ മുന്നിൽ ഇപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുന്നിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെ കൊല്ലുക. മാർക്ക് ഫെല്ലറെ കൊന്നില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക ഷീഷനാണെന്നും ഷീഷൻ അറിയാം. ഷീഷന്റെ മകൻ ഗൂഷിങ് ഇപ്പോ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലാണ്. അവിടെയുള്ള ഗൂഷിങ്ങിന് ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ താൻ മാർക്ക് ഫെല്ലറെ കൊല്ലണം. ആ കാര്യം വ്യക്തമായി അറിയാവുന്ന ഗൂഷീഷൻ അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ തയ്യാറുമല്ല. ഗൂഷീഷൻ സീസറുടെ വാക്കുകൾ പരിഗണിക്കാതെ ഉറക്കെ അയാളുടെ അനുയായികളോട് പറഞ്ഞു, അറ്റാക്ക്! കേൾക്കേണ്ട താമസം അവർ മുന്നോട്ട് കുതിച്ചു. അവർ മുന്നോട്ട് കുതിച്ച ആ നിമിഷത്തിൽ ഏറ്റവും മുന്നിൽ ഓടുന്ന ഒരു മാർക്വിസ് എന്ന ശബ്ദത്തോടെ ഒന്ന് പൊട്ടി. മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് ആ മാർക്വിസുകൾ ഓടി തുടങ്ങിയത്. പക്ഷെ ഏറ്റവും മുന്നിൽ ഓടുന്ന ആള് ഒരു ബലൂൺ പൊട്ടിച്ചിതറും പോലെ പൊട്ടിച്ചിതറിയപ്പോ പുറകെ വരുന്ന ആളുകളുടെ ദേഹത്ത് രക്തവും മാംസകഷ്ണങ്ങളും പതിച്ചു. പെട്ടെന്ന് എല്ലാവരും ഒന്ന് നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഒരു പിടിയില്ല. പക്ഷെ ഒരു കാഴ്ച അവർ കണ്ടു. ആ പൊട്ടിച്ചിതറിയ വ്യക്തിയുടെ ഡിവൈൻ സെൻസിനെ ആ 8 തൂണുകളിൽ ഒന്ന് വലിച്ചെടുക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ശരിക്കും ഒരു അമ്പരപ്പ് ഇപ്പോ ആ തൊട്ടുപുറകിലുള്ള ആളുകൾക്കുണ്ട്. പക്ഷെ ആയിരക്കണക്കിന് മാർക്വിസുകൾ ഇന്നവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊട്ടിത്തെറിച്ച മാർക്വിസിന് എന്താണ് സംഭവിച്ചതെന്ന്
പുറകിലുള്ള മാർക്സിസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അവരിൽ പലരും ഈ നിമിഷത്തിലും മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോഴാണ് വേറെ 1-2 സ്പോട്ടുകളിൽ രണ്ടാളുകൾ ഒരുമിച്ച് പൊട്ടിയത്. ആ രണ്ടുപേരും പൊട്ടിത്തെറിക്കുന്നത് അനവധി മാർക്സിസ്റ്റുകളുടെ ഇടയ്ക്ക് വെച്ചാണ്. ആ പൊട്ടിത്തെറിച്ച മാർക്സിസ്റ്റുകളുടെ ഡിവൈൻ സെൻസുകൾ സമീപത്തുള്ള തൂണുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതും ആളുകൾ കണ്ടു. ഇപ്പോ ആരും ഓടുന്നില്ല, സകലരും അമ്പരപ്പോട് നിൽക്കുകയാണ്. ദേഹത്ത് വീണ രക്തവും മാംസവും ഒക്കെ വല്ലാതെ അമ്പരപ്പോടെ നോക്കി പോവുകയാണ് ആ പൊട്ടിത്തെറിച്ച ആളുകളുടെ സമീപത്തുണ്ടായിരുന്ന മറ്റ് മാർഷൽ മാർക്സിസ്റ്റുകൾ. അവര് ആ ദേഹത്തുനിന്ന് മാംസകഷ്ണങ്ങളൊക്കെ തട്ടിക്കളയപ്പോ പിന്നെയും അവർ ആ ശബ്ദം കേട്ടു. 3 ഭാഗത്തു നിന്നായി 3 മാർക്സിസ്റ്റുകൾ കൂടി പൊട്ടുന്ന ശബ്ദം. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഫലത്തിൽ 6 മാർക്സിസ്റ്റുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ശരിക്കും ഒരു ഭയം ആ എൻ്റെ മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടായി. ഈ കാഴ്ച മാർക്ക് ഫുല്ലറെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ്. മാർക്കിന് ഒരു ബന്ധവുമുള്ള ആളുകളല്ല ആ മാർക്സിസ്റ്റുകൾ. അവർ മാർക്കിനെ ആക്രമിക്കുമ്പോൾ മാർക്ക് അവരെ കൊല്ലാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇപ്പോ മാർക്ക് കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യമല്ല. തികച്ചും അപ്രതീക്ഷിതമായി ആ മാർക്സിസ്റ്റുകൾ പൊട്ടിത്തെറിക്കുകയാണ്. മാർക്ക് ശീഷനോട് പറഞ്ഞു, ശീഷൻ, നിങ്ങളിത് കാണുന്നില്ലേ? മാർക്ക് അത് ചോദിച്ചതും ശീഷൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ശീഷൻ പറഞ്ഞതും മാർക്ക് സീസറോട് ചോദിച്ചു, സീസർ, കണ്ട നീ വലിയ ബഹുമാനം കൊടുക്കുന്ന നിന്റെ ഈ സെക്കൻഡ് മിസ്റ്റിക് വേർഡിന്റെ മാസ്റ്ററുടെ യഥാർത്ഥ സ്വഭാവം, ആര് മരിച്ചാലും അയാൾക്കൊരു വിഷയവുമില്ല. സീസർ, ഇയാൾ ശരിക്കും ഒരു മനുഷ്യനാണ്. സീസറോട് മാർക്ക് എങ്ങനെ ചോദിക്കുമ്പോൾ ശീഷൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വാടക്ക്, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ശീഷനെതിരെ കുതിച്ചു. ആ സമയത്ത് തന്നെ ശീഷനും മാർക്ക് നേരെ കുതിച്ചു. ഈ സമയത്ത് ഇമോർട്ടൽ ക്രൈമിന് നേരെ പാഞ്ഞു വരികയാണ് ആ 2 മാർഷൽ സെയിന്റുകളും. എന്നാൽ ഇതേ സമയത്ത് ആ മാർക്സിസ്റ്റുകൾ ഒന്നടങ്കം ഗേറ്റ് നേരെ ഓടി. ഗേറ്റ് നേരെ ആ മാർക്സിസ്റ്റുകൾ ഓടി എത്തിയപ്പോഴാണ് അമ്പരപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. ആ ഗേറ്റ് ആ പച്ച പ്രകാശം കൊണ്ട് പൂർണ്ണമായും സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാർക്കിനൊപ്പമുള്ള ആ നീളമുള്ള മനുഷ്യനും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ശീഷൻ അത് സീൽ ചെയ്തതാണ്. അമ്പരന്ന് പോയ ആ മാർക്സിസ്റ്റുകൾ തിരിഞ്ഞ് സീസർക്ക് നേരെ ഓടി. സീസറുടെ അടുത്തേക്ക് ഓടി എത്തുന്നിടയിൽ അവരിൽ ഏറ്റവും മുന്നിലുള്ള 2 പേർ സീസറോട് പറഞ്ഞു, ജനറൽ സീസർ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ സീസറോട് ആ 2 മാർക്സിസ്റ്റുകളും പറഞ്ഞ അതേ നിമിഷത്തിൽ ആ 2 മാർക്സിസ്റ്റുകളും ഒന്ന് പൊട്ടി. അവരുടെ രക്തവും മാംസവും ഒക്കെ ചിതറുമ്പോൾ സീസറുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുകയാണ്. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുന്ന 2 പേർ സീസറുടെ ഇടതും വലതുമായി ഉണ്ട്. സീസറെ അവിടേക്ക് കൊണ്ടുവന്ന മാർക്സിസ്റ്റുകളാണ് അവർ. അവരും സീസറോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ശീഷൻ അവരെ രക്ഷിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമായതുകൊണ്ടാണ് അവരുടെ എല്ലാം ശ്രദ്ധ സീസറിലേക്ക് തിരിഞ്ഞത്. പക്ഷെ ആ നിമിഷത്തിൽ സീസർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ സീസറെ അവിടേക്ക് കൊണ്ടുവന്ന ആ 2 മാർക്സിസ്റ്റുകൾ കൂടി ചിതറി. ആ 2 മാർക്സിസ്റ്റുകൾ ചിതറുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ വേറെ മാർക്സിസ്റ്റുകൾ ചിതറുകയാണ്. ചിതറുന്ന മാർക്സിസ്റ്റുകളുടെ ആ ഡിവൈൻ സെൻസുകൾ ആ 8 തൂണുകളിൽ ഏതെങ്കിലുമൊക്കെ വലിച്ചെടുക്കുകയാണ്. ആകെപ്പാടെ ആ മേഖലയിൽ ഒരു ബഹളം. ആ മാർക്സിസ്റ്റുകൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്. മാർക്സിസ്റ്റുകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ടോറസ് അവിടെ ആ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അയാൾ ഒരു മാർക്സിസ്റ്റാണ്, പീക്ക് ലെവൽ മാർക്സിസ്റ്റാണ്. പീക്ക് ലെവൽ മാർക്സിസ്റ്റായ അയാൾക്ക് മാർഷൽ സെയിന്റായി മാറാൻ അയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം മാർക്സിസ്റ്റുകളുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്സിസ്റ്റുകളുടെ ഡിവൈൻ സെൻസ് വൻതോതിൽ കളക്ട് ചെയ്യാനായി അയാൾ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണ് തൂണുകൾ ഉപയോഗിച്ച് ഡിവൈൻ സെൻസ് വലിച്ചെടുക്കുന്ന ആ പ്രക്രിയയും. പണ്ട് ഇമോർട്ടൽ സ്ലെയിങ് സെഷൻ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചാണ് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാർഷൽ സംഘടനയായി മാറിയത്. ആ ടെക്നിക്കാണ് ടോറസ് വീണ്ടെടുത്തിരിക്കുന്നത്. മാർഷൽ സെയിന്റുകളെയോ മാർക്സിന് താഴെയുള്ള ആളുകളെയോ ഇത് ബാധിക്കത്തില്ല. ആ ദിവസം ആ ടെക്നിക്ക് മാർക്സിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ട്യൂൺ ചെയ്തതാണ്. ആ കഥ തന്റെ നേരെ ശീഷൻ പാഞ്ഞു വരുമ്പോൾ മാർക്കിനറിയാം. മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ശീഷന്റെ കയ്യിലേക്ക് ആഞ്ഞു പഞ്ച് ചെയ്യുമ്പോൾ ശീഷനും മാർക്കിനെ പഞ്ച് ചെയ്തു. ശരിക്കും 2 പർവ്വതങ്ങൾ കൂട്ടിമുട്ടുന്ന അതേ ശബ്ദമാണ് ആ 2 സൂപ്പർ മാർഷൽ സെയിന്റുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ഉണ്ടായത്. ശീഷൻ
ഒരു പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആണ്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ഏർലി ലെവൽ മാർഷൽ സെയിന്റുമാണ്. മാർക്കും ഗൂഷീഷനും തമ്മിൽ 3 ലെവൽ വ്യത്യാസമുണ്ട്. പക്ഷെ മാർക്ക് എപ്പോഴും പേരെടുക്കുന്നത് തന്നെക്കാൾ ശക്തരായ ആളുകളോട് ഏറ്റുമുട്ടിയാണ്. മാർക്കിന്റെ അതേ ശക്തമായ പഞ്ച് ഗൂഷീഷിന്റെ കയ്യിൽ മാർക്കിന്റെ കൈ പതിച്ചതും ഗൂഷീഷിനും മാർക്കും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയ രണ്ടുപേരും ഒരുമിച്ച് പിന്നെയും മുന്നോട്ട് കുതിക്കുകയാണ്. പിന്നെയും ഇടി, അതിശക്തമായ പഞ്ച്. ആ പഞ്ചുകൾ രണ്ടുപേരും പുറത്ത് പതിക്കുമ്പോൾ രണ്ടുപേരും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറും. ആ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി അങ്ങനെ വളർന്നു തുടങ്ങിയതും എമോട്ര ക്രെയിനും ആ 2 മാർഷൽ സെയിന്റുകളും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് സ്റ്റോപ്പായി. ആ 3 പേരും മാർക്കും ഗൂഷീഷനും തമ്മിലുള്ള ആ ഫൈറ്റ് നോക്കിക്കാണുകയാണ്. എന്നാൽ അതേ സമയത്ത് മാർക്കിസ്റ്റുകൾ തലങ്ങും വിലങ്ങും ജീവൻ രക്ഷിക്കാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. ഗൂഷീഷനും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള അതിശക്തമായ ഫൈറ്റ് സമാനതകളില്ലാത്ത ചില രംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രണ്ടുപേരും ആകാശത്തേക്ക് ചാടി ഉയർന്നും ആകാശത്തൂടെ പറന്നും കയ്യിൽ കിടന്ന എന്തും എടുത്ത് ആയുധമാക്കിയും പരസ്പരം ഉപയോഗിക്കുകയാണ്. ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചുള്ള അവരുടെ ആ ഫൈറ്റ് ഒരു നിശ്ചിത സ്റ്റേജ് കഴിഞ്ഞതും ഗൂഷീഷിന്റെ കയ്യിൽ ഒരു കറുത്ത വാള് പ്രത്യക്ഷപ്പെട്ടു. ആ കറുത്ത വാളുമായി ഗൂഷീഷൻ ചാടി ഉയർന്ന് മാർക്കിനെ ഒന്ന് ആഞ്ഞു വിട്ടപ്പോൾ മാർക്കിന്റെ തൊട്ടു മുന്നിലായി സുവർണ നിറത്തിലുള്ള ഒരു സീല് പ്രത്യക്ഷപ്പെട്ടു. ആ സീല് ഗൂഷീഷിന്റെ ആ അറ്റാക്കിനെ ഒന്ന് പ്രതിരോധിച്ചെങ്കിലും മാർക്ക് അല്പം പുറകോട്ട് മാറുകയും ചെയ്തു. അതേസമയത്ത് ഗൂഷീഷനും ഒന്ന് പുറകോട്ട് മാറിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലറുടെ ആ കപ്പാസിറ്റി ഗൂഷീഷനിൽ വല്ലാത്തൊരു അമ്പരപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അയാൾ ആ അമ്പരപ്പൊന്നും പുറത്തു കാണിക്കാതെ ആയുധങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ്. ഗൂഷീഷൻ ഒന്ന് ചാടി ഉയർന്നിട്ട് ശക്തമായി ആ വാളൊന്ന് കറക്കി, ശക്തമായി അയാളുടെ തലയ്ക്ക് ചുറ്റും വാളൊന്ന് കറക്കിയിട്ട് ഒരു ഹൂങ്കാര ശബ്ദത്തോടുകൂടി നദിയിൽ നീന്തുന്നത് പോലെ മുന്നോട്ട് ആകാശത്തൂടെ കുതിക്കുകയാണ്. ശരിക്കും അയാൾ ആ ആകാശത്തൂടെ മുന്നോട്ട് നീന്തി വരുമ്പോൾ അയാളുടെ മുന്നിൽ സുദർശന ചക്രം കറങ്ങും പോലെ ആ വാളിന്റെ ഓറങ്ങനെ കറങ്ങുകയാണ്. അത് തനിക്ക് മുന്നിലേക്ക് പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലറുടെ നെറ്റിയിൽ ആ ഡിവൈൻ ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടു. ഡ്രാഗൺ മാർക്കിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് അതിശക്തമായി ഒന്ന് ആക്രോശിക്കുകയാണ്. ആ ആക്രോശം നമ്മൾ കേൾക്കുന്നത് സാക്ഷാൽ ഡ്രാഗന്റെ ശബ്ദമാണ്. മാർക്കിന്റെ വായിൽ നിന്ന് ഡ്രാഗന്റെ ശബ്ദം പുറത്തേക്ക് വരുന്ന അതേ നിമിഷത്തിൽ മാർക്കിന്റെ കൈ ആ വായുവിലേക്ക് ആഞ്ഞൊന്ന് പതിക്കുകയും ചെയ്തു. അതിശക്തമായി മാർക്ക് ഇങ്ങനെ ഇടിക്കുമ്പോൾ ഒരു റെയിൻബോ അവിടെ പ്രത്യക്ഷപ്പെട്ടു. 7 നിറത്തിലുള്ള ഒരു പ്രകാശം മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ആ കറുത്ത പ്രകാശം ഓർപ്പിക്കുന്ന ആ വാള് സൃഷ്ടിക്കുന്ന ഓറയുമായി ഒന്ന് കൂട്ടിയിടിച്ചു. ശക്തമായ ഒരു സ്ഫോടനം. ആ സ്ഫോടനം ഉണ്ടായ അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും ഗൂഷീഷനും 2 സ്ഥലത്തായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ശരിക്കും കണ്ണഞ്ചി പോകുന്ന പ്രകാശത്തിന്റെ ഒരു വിസ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. മാർക്ക് ഫെല്ലറും ഗൂഷീഷനും വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച ഗൂഷീഷൻ ചാടി ആകാശത്തിലേക്ക് ഉയർന്ന് ആകാശത്ത് നിന്ന് താഴേക്കൊരു പക്ഷി പറന്നു വരും പോലെ ആ വാളുമായി പറന്നു വരികയാണ്. ഗൂഷീഷന്റെ ആ വാളിന്റെ ലക്ഷ്യം മാർക്കിന്റെ നെഞ്ചാണെന്ന് കണ്ടതും മാർക്കിന്റെ ഇടത് കൈയിൽ ആ വെനറബിൾ 5th മൗണ്ടൻ പ്രത്യക്ഷപ്പെട്ടു. ആ വെനറബിൾ 5th മൗണ്ടൻ മാർക്ക് പെട്ടെന്ന് നെഞ്ചിന് മുന്നിലേക്ക് കൊണ്ടുവന്നതും ഗൂഷീഷന്റെ ആ വാളും ഗൂഷീഷനും കൂടി പുറകോട്ട് തെറിച്ചു. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള പ്രഷർ ഗൂഷീഷിന് മുകളിൽ ആ വെനറബിൾ 5th മൗണ്ടൻ ചെലുത്തി തുടങ്ങി. മാർക്ക് ഒരു മാർഷൽ സെയിന്റ് ആയതോടുകൂടി ആ 5th മൗണ്ടന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു മലയ്ക്ക് പകരം 5 മലകൾ ഒന്നിച്ച് ഒരാളുടെ മുകളിൽ പ്രഷർ ചെലുത്തുകയാണ്. തറയിലേക്ക് വീണ ഗൂഷീഷിന്റെ മുകളിൽ ആ 5th മൗണ്ടൻ ശരിക്കും ശക്തമായി ബലം പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ ആ അതിശക്തമായ പ്രഷറിനുള്ളിൽ പെട്ടുപോയ ഗൂഷീഷൻ പെട്ടെന്ന് ഒന്ന് അലറി. ആ അലർച്ചയ്ക്ക് ആളുകളുടെ കാത് പൊട്ടിക്കാനുള്ള കരുത്തുണ്ട്. ഭീകരമായി അലറിയ ഗൂഷീഷൻ പെട്ടെന്ന് അതിശക്തമായി ആ വെനറബിൾ 5th മൗണ്ടനെ ഏതാണ്ട് പ്രസ് ചെയ്ത് മാറ്റി. വെനറബിൾ 5th മൗണ്ടൻ വല്ലാത്ത കപ്പാസിറ്റിയുള്ള ഒരു സംഭവമാണ്. അതിനെ പ്രതിരോധിക്കാനാവാതെ സീസർ കുഴഞ്ഞു വീഴുന്നത് മാർക്ക് കണ്ടതാണ്. സീസറെ ബഹുദൂരം പിന്നിലാക്കുന്ന കരുത്ത് ഷീഷനുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ഷീഷൻ ആ വെനറബിൾ 5th മൗണ്ടിന്റെ ആ പ്രഷർ തള്ളി മാറ്റി. ആ 5th മൗണ്ടിനെ തള്ളി മാറ്റുന്ന ഷീഷന്റെ വലത് കൈയിൽ പെട്ടെന്ന് ആ താമര പ്രത്യക്ഷപ്പെട്ടു. ആ കറുത്ത താമര. ആ കറുത്ത താമരയിലെ 4 ഇതളുകളിൽ ഒന്ന് കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ വലിച്ചെടുത്ത ഷീഷൻ
ആ താമര ഇതൾ മാർക്കിനെതിരെ ആഞ്ഞു നിറഞ്ഞു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കറുത്ത താമര സൃഷ്ടിക്കുന്ന ശക്തമായ പ്രഷർ തിരിച്ചറിഞ്ഞ മാർക്ക് ഫെല്ലർ ആ ഫിഫ്ത്ത് മൗണ്ടൻ പിൻവലിച്ചിട്ട് പെട്ടെന്ന് ആ പർപ്പിൾ നിറത്തിലുള്ള പാവയ്ക്ക കയ്യിലെടുത്തു. ആ പർപ്പിൾ നിറത്തിലുള്ള പാവയ്ക്ക കയ്യിലെടുത്ത മാർക്കിന്റെ ഇടത് കൈ ആ പാവയ്ക്കയിൽ ഒന്ന് തൊട്ടതും മാർക്കിന്റെ ഇന്റേണൽ എനർജി ആ പാവയ്ക്കയ്ക്ക് ഉള്ളിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ ഇരച്ചു കയറ്റലിന് ഫലമുണ്ടായി. ആ പാവയ്ക്കയുടെ വായുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നാണ് പർപ്പിൾ നിറത്തിലുള്ള ഒരു പ്രകാശം പുറത്തേക്ക് വന്നത്. മാർക്കിന് നേരെ ആ സമയത്ത് ആ കറുത്ത താമര ഇതൾ പാഞ്ഞു വരികയാണ്. ആ പാഞ്ഞു വരുന്ന കറുത്ത താമര ഇതളിന്റെ നേരെ ആ പർപ്പിൾ പ്രകാശം തിരിഞ്ഞതും ശക്തമായ ഒരു സ്ഫോടനമുണ്ടായി. കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ശബ്ദവും മാത്രമല്ല ആ സ്ഫോടനം സൃഷ്ടിച്ചത്, ശരിക്കും അതിശക്തമായ തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആ സ്ഫോടനം നടന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും ഗൂഷീഷനും ഒരുപാട് പുറകോട്ട് തെറിക്കുകയാണ്. ആ സ്ഫോടനത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് എല്ലാ വശത്തേക്കും തരംഗങ്ങൾ ഉണ്ടാവുകയാണ്. ആ തരംഗങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ തരംഗം തട്ടുന്ന ആളുകൾ ആരായാലും അവർ ചിതറിത്തെറിക്കുകയാണ്. മാർക്കിൽ നിന്ന് ഏകദേശം 100 അടിയോളം പുറകിൽ മാറിയാണ് ഈ സമയത്ത് ഇമോട്ടർ ക്രെയിൻ ഉണ്ടായിരുന്നത്. ഇമോട്ടർ ക്രെയിന്റെ അടുത്തേക്ക് ആ തരംഗം പാഞ്ഞു വരുന്ന ഘട്ടത്തും ഇമോട്ടർ ക്രെയിൻ ലൈറ്റ്നിങ് വേഗതയിൽ ഒരുപാട് ദൂരേക്ക് പിന്മാറി. ഇമോട്ടർ ക്രെയിൻ പിന്മാറുന്ന അതേ വേഗതയിൽ ഇമോട്ടർ ക്രെയിനോട് എതിരിട്ടുകൊണ്ടിരുന്ന ആ 2 മാർഷൽ സീനികൾക്ക് പിന്മാറാൻ പറ്റിയില്ല. ആ നിമിഷത്തിൽ ആ 2 മാർഷൽ സീനികളുടെയും ബോഡി കഷ്ണമായി ചിതറി. ശരിക്കും അവരുടെ ബോഡിയിൽ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. അവരുടെ ബോഡി അങ്ങനെ ചിതറുമ്പോൾ ആ തരംഗത്തിന് ഒരു എൻഡ് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് എത്തിയിരുന്നു. ആ തരംഗം ഉണ്ടാക്കിയ അതിശക്തമായ പ്രഷറിൽ ആ പച്ച പ്രകാശം തകർന്ന് തരിപ്പണമായി. ആ വാതിൽ തകർക്കപ്പെട്ടു. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തകർത്തുകൊണ്ട് ആ തരംഗം അങ്ങനെ പായുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പർപ്പിൾ പാവയ്ക്ക് കയ്യിലേക്ക് വലിച്ചെടുത്തു. മാർക്ക് പെട്ടെന്ന് ആ പാവയ്ക്ക് പിൻവലിക്കുകയായിരുന്നു. ആ പാവയ്ക്ക് മാർക്ക് പിൻവലിച്ചതും ആ തരംഗങ്ങളുടെ വേഗത ഒന്ന് കുറഞ്ഞു. മാർക്ക് അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോൾ ചുറ്റും ഇപ്പോൾ ഒന്നും കാണാനില്ല. സീസർ പോലും ഒരുപാട് ദൂരേക്ക് ഓടി മാറിയിരിക്കുകയാണ്. ആ തരംഗം എടുത്തെറിഞ്ഞ കൂട്ടത്തിൽ ഗൂഷീഷനുണ്ട്. ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണ ഗൂഷീഷന്റെ പുറത്ത് ധാരാളം മുറിവുകളുണ്ട്. ഗൂഷീഷൻ ഒരു പരുവത്തിൽ ചാടി എണീറ്റു. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ കയ്യിൽ മാന്ത്രിക ആയുധങ്ങളുണ്ടല്ലേ? ശീഷൻ, നിന്റെ കയ്യിൽ ഇപ്പോ ആ കറുത്ത താമരയുണ്ട്. ആ കറുത്ത താമരയിൽ ഇനി 3 ഇതളുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിനക്ക് 3 തവണ കൂടി എന്നെ ആക്രമിക്കാൻ പറ്റും. പക്ഷെ എന്റെ കയ്യിലുള്ള ഈ പർപ്പിൾ പാവയ്ക്ക് ഉപയോഗിച്ച് എനിക്ക് എത്ര തവണ വേണമെങ്കിലും നിന്നെ ആക്രമിക്കാം. പക്ഷെ അങ്ങനെ ആക്രമിച്ചാൽ ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് തകരും. നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ മാർക്ക് ചോദിച്ചതും ഗൂഷീഷൻ അയാളുടെ താമരങ്ങ് മാറ്റിവെച്ചു. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് തകർക്കുന്നതിൽ അയാൾക്ക് ഒരു താല്പര്യവുമില്ല എന്ന് ആ കറുത്ത താമര അയാൾ മാറ്റിവെക്കുന്ന സ്പീഡ് കണ്ട് മാർക്കിന് മനസ്സിലായി. മാർക്ക് ആ പർപ്പിൾ പാവയ്ക്കയും മാറ്റിവെച്ചു. ഇപ്പൊ രണ്ടുപേരും മാന്ത്രിക ആയുധങ്ങൾ ഇല്ലാതെ മുഖാമുഖം നിൽക്കുകയാണ്. ഈ സമയത്ത് ശരിക്കും ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുകയായിരുന്ന മാർക്വിസുകൾ ഒന്നടങ്കം ആ ഗേറ്റ് വഴി പുറത്തേക്ക് ഓടി. ഗേറ്റ് അവർക്ക് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവരെ ഓരോരുത്തരെയായി ആ ലൈറ്റ് തൂണുകൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കിന്റെ ആ അറ്റാക്കിന്റെ ഫലമായി തകർക്കപ്പെട്ട ആ ഗേറ്റ് വഴി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന മാർക്വിസുകളെ ഒന്ന് നോക്കിയിട്ട് ഗൂഷീഷൻ മാർക്ക് നേരെ പിന്നെ ഒന്ന് കുതിച്ചു. ഇപ്പോൾ അയാളുടെ പൂർണ്ണ ശക്തിയും എടുത്തിട്ടാണ് മാർക്ക് നേരെ കുതിക്കുന്നത്. അയാൾ കുതിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള ഓറയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നത് മാർക്ക് ഫെല്ലർ കാണുകയും ചെയ്തു. മാർക്കിന് നേരെ ഗൂഷീഷൻ ഓടി വരുമ്പോൾ മാർക്ക് ജിയാങ്ഹി മാർക്കിനെ പഠിപ്പിച്ച ആ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത ലെറ്റർ എസ് ആണ്. എസ് എന്ന ലെറ്റർ ആണ് മാർക്കിന് ചുറ്റും തെളിഞ്ഞു കാണുന്നത്. പക്ഷെ ആ ലെറ്റർ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു നക്ഷത്രത്തിന്റെ രൂപത്തിലാണ്. ആ നക്ഷത്രത്തിന്റെ മുകളിൽ മാർക്കുണ്ട്. ഗൂഷീഷൻ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്കും ആ ലെറ്ററും കൂടി ഒരുപാട് പുറകോട്ടങ്ങ് മാറി. ജിയാങ്ഹിയുടെ ആ വേർഡ് ഫോർമുല അതിശക്തമാണെന്ന് അങ്ങനെ പുറകോട്ട് പായുമ്പോൾ മാർക്കിന് തന്നെ ബോധ്യമാവുകയാണ്. ഈ കാഴ്ച ഇമോട്ടർ ക്രെയിനിങ് കാണുന്നുണ്ട്. പീക്ക് ലെവൽ മാർഷൽ സെയിന്റായ ഗൂഷീഷന് അപാര വേഗതയാണ്. അയാളുടെ ആ വേഗതയെ മറികടന്നുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ പുറകോട്ട് കുതിച്ചത്. മാർക്ക് ഫെല്ലർ കുതിച്ചത് ആ ഗേറ്റിന് നേരെയാണ്. അത് മനസ്സിലാക്കിയ ഗൂഷീഷൻ അതിവേഗം ഗേറ്റ് നേരെ കുതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഗൂഷീഷന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലറും
എമോട്ടർ ക്രെയിനും ഗേറ്റിന് പുറത്തെത്തിക്കഴിഞ്ഞു. അവരെ ഫോളോ ചെയ്ത് ഗേറ്റിന് പുറത്ത് കാല് കുത്തിയപ്പോഴാണ് ഗൂഷീഷിന് ബോധമുണ്ടായത്. മാർക്ക്, നീ എന്നെ മനഃപൂർവ്വം സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് പുറത്തെത്തിച്ചതാണല്ലേ? അങ്ങനെ ഗൂഷീഷൻ അലറിയതും മാർക്ക് ഫെല്ലർ ഗൂഷീഷിനോട് പറഞ്ഞു, ശീഷൻ, സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് പുറത്ത് നിനക്ക് എന്നെ നേരിടാൻ ഭയമാണല്ലേ? ഭീരു, നീ നിന്റെ മകനേക്കാൾ മോശമാണല്ലോ. അവനൊരു ചവറായിരുന്നു, അവനേക്കാൾ വലിയ ചവറാണല്ലോ നീ. മാർക്ക് ഫെല്ലർ അങ്ങനെ ഉറക്കെ പറയുമ്പോൾ ഗൂഷീഷൻ ശരിക്കും ഒന്ന് അലറുകയാണ്. മാർക്ക്, ചിലക്കാതെടാ, നിന്നെ ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൂഷീഷൻ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ഗേറ്റ് വഴി പുറത്തേക്ക് എത്തുമ്പോൾ മാർക്ക് ഫെല്ലറും പുറത്തെത്തിയിട്ടുണ്ട്. ശരിക്കും രണ്ട് അതിഭീകരന്മാരായ അതിമാനുഷികരായ യോദ്ധാക്കളാണ് ഇപ്പോൾ പുറത്ത് എത്തിയിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ മുൻഭാഗത്ത് റോഡിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലറെ കണ്ട് ആളുകൾ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുകയാണ്. അതേസമയത്ത് തന്നെ അവർ മറ്റൊരു മൈറ്റി ഫിഗറിനെയും ആ റോഡിൽ കാണുകയാണ്. രണ്ട് അതിശക്തരായ യോദ്ധാക്കൾ ഇതാ മുഖാമുഖം എത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ കണ്ടതും ആളുകൾ ശരിക്കും ആവേശഭരിതരായി. അവർ ഉറക്കെ മാർക്ക് മാർക്ക് എന്ന് വിളിക്കുമ്പോൾ മാർക്ക് ഗൂഷീഷനോട് പറഞ്ഞു, ഗൂഷീഷൻ, നീ വെറും ചവറാണ്, നിന്നെ ഇന്ന് പരസ്യമായി ഞാൻ അവസാനിപ്പിക്കും. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാക്കുകൾ അവിടെ തടിച്ചുകൂടിയ അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലെ ആളുകളെ തെല്ലെന്നുമല്ല ഞെട്ടിച്ചത്. ഗൂഷീഷൻ സാക്ഷാൽ ഗൂഷിങ്ങിന്റെ പിതാവാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ ഇപ്പോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചുമതല വഹിക്കുന്ന ആളാണ് ഗൂഷിങ്. ഗൂഷിങ്ങിന്റെ അച്ഛൻ ഗൂഷീഷൻ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ തലവനാണ്. അയാൾ ലോകത്തെ നമ്പർ 1 ഫൈറ്ററാണ്. ആ ലോക നമ്പർ 1നെയാണ് ഇതാ മാർക്ക് ഫെല്ലർ വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി കേട്ട ആളുകൾക്ക് അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം ഉണ്ടായതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് പുറകോട്ട് നീങ്ങി. മാർക്ക് ഫെല്ലർ പുറകോട്ട് നീങ്ങുന്ന കണ്ടതും ഗൂഷീഷൻ മുന്നോട്ട് കുതിച്ചു. ഗൂഷീഷൻ മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയതും മാർക്ക് കുറെ കൂടി പുറകോട്ട് മാറി. ഗൂഷീഷൻ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവർ രണ്ടുപേരും ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. വിശാലമായ ഒരു തരിശു ഭൂമിയിലേക്കാണ് മാർക്കും ഗൂഷീഷനും എത്തിയത്. അവരെ ഫോളോ ചെയ്ത് ആളുകളും അവിടെ എത്തി. മാർഷൽ ആർട്ടിസ്റ്റുകൾ ശരിക്കും സ്വപ്നത്തിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് മാർക്ക് ഫെല്ലറും ഗൂഷീഷനുമുള്ള ഫൈറ്റ്. അതിത് നേരിൽ കാണാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരമറിഞ്ഞ ആളുകളൊക്കെ ആ തരിശു ഭൂമിയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. മാർക്ക് ഫെല്ലർ ഗൂഷീഷനോട് പറഞ്ഞു, ശീഷൻ, നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാർക്ക്, അതൊന്നും എൻ്റെ വിഷയമല്ല. ശിഷൻ, എനിക്കതറിയാം, പക്ഷെ എനിക്കതൊരു വിഷയമാണ്. നമ്മൾ കാരണം വേറെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. മാർക്ക് ഫെല്ലർ വീണ്ടും അത് പറഞ്ഞതും അത് കേട്ട ആളുകൾക്ക് മാർക്കിനോടുള്ള ആ താല്പര്യം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. മാർക്ക് ശരിക്കും മനുഷ്യപ്പറ്റുള്ള വ്യക്തിയാണ്. അങ്ങനെ ആളുകൾ ചിന്തിക്കുമ്പോഴേക്കും ഗൂഷീഷൻ ഒന്ന് കുതിച്ചിരുന്നു. മാർക്കും മുന്നോട്ട് കുതിച്ചു. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശരിക്കും അവിടെ ഒരു ശബ്ദ തരംഗമാണ് ആദ്യം ഉണ്ടായത്. കണ്ണഞ്ചിക്കുന്ന പ്രകാശം അതിനൊപ്പം ഉണ്ടായി. ഒത്തിരി ദൂരെയാണെങ്കിലും ആളുകൾക്ക് ആ ഇടിയുടെ പ്രശ്നം അനുഭവപ്പെടുകയാണ്. രണ്ട് കൂറ്റൻ കൂടകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പോലെ അവിടെ പ്രകാശ തരംഗങ്ങളും താപ തരംഗങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ചൂടും പ്രകാശവും ശബ്ദമൊക്കെ ഉണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും അവർ ഏറ്റുമുട്ടുകയാണ്. തുരുതുരാ പഞ്ച് അടക്കുകയാണ്. രണ്ടുപേരും ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഇടിയോട് ഇടി. ആ ഇടി നടക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ഫലമായിട്ട് ആ തരിശുഭൂമി ഏതാണ്ട് ഇളകി തെറിക്കുകയാണ്. ചെറിയ ചെറിയ കുന്നുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ആ ഫൈറ്റിനിടയിൽ തകർന്ന് തരിപ്പണമായി. പൊടിപടലങ്ങളൊക്കെ അവിടെ പറക്കുകയാണ്. അടിച്ചു ഒതുക്കപ്പെടാത്ത ഒരു ഗോധയിൽ നടക്കുന്ന ഫൈറ്റ് ആയതുകൊണ്ട് മണ്ണും പൊടിയും ഒക്കെ കൊണ്ട് അവിടെ മുഖരിതമാണ്. അതിനിടയിൽ കൂടെ കൂടെ രണ്ടുപേരും ആകാശത്തെ കുതിക്കുന്നത് ആളുകൾക്ക് കാണാം. കണ്ണഞ്ചിക്കുന്ന ഫൈറ്റാണ് നടക്കുന്നത്. അതിശക്തനായ ഗൂഷീഷനും അതുപോലെ തന്നെ ശക്തനായ മാർക്ക് ഫെല്ലറും മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന എമോട്ടർ ക്രെയിൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാർക്ക്, നീ ശരിക്കും എന്നെ വിസ്മയിപ്പിക്കുകയാണ്. എമോട്ടർ ക്രെയിൻ മാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ മാർക്ക് എമോട്ടർ ക്രെയിനോട് പറഞ്ഞത് ആ സഹായം വേണ്ടെന്നാണ്.
അവന് ഒറ്റയ്ക്ക് ഗൂഷിഷിനെ തോൽപ്പിക്കുകയും കൊല്ലുകയും വേണം. അത് മാർക്കിന്റെ തീരുമാനമാണ്. അവന്റെ എമിലി ബ്ലാക്കിനെ നിർദ്ദയം രക്തമൊറ്റിയതിൽ ഈ ഗൂഷിഷിന് ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൂഷിഷിനെ സ്വയം അവസാനിപ്പിക്കണമെന്ന് മാർക്ക് തീരുമാനിച്ചത്. മാർക്ക് ഫെല്ലർ ഗൂഷിഷുമായിട്ടുള്ള ആ ഫൈറ്റ് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയതും ഗൂഷിഷൻ പെട്ടെന്ന് ഒന്ന് ചാടി ഉയർന്നു. ഇപ്പൊ ഗൂഷിഷിന്റെ കയ്യിൽ ആ കറുത്ത വാള് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആകാശത്തേക്ക് ചാടി ഉയർന്ന ഗൂഷിഷൻ ആ വാളുമായി താഴേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്ക് ഫെല്ലർ ആഞ്ഞൊരു ഒറ്റയിടി. ആകാശത്തേക്ക് ചാടി ഉയർന്ന് മാർക്ക് ഫെല്ലർ ആഞ്ഞിടിക്കുമ്പോൾ ആ വാള് ഗൂഷിഷിന്റെ കയ്യിൽ നിന്ന് തെറിച്ച അതേ നിമിഷത്തിൽ ഗൂഷിഷിന്റെ കയ്യിൽ ശരിക്കും നീളമുള്ള ഒരു സ്പിയർ പ്രത്യക്ഷപ്പെട്ടു. ഒരു നീളമുള്ള കുന്തം. ആ കുന്തത്തിന് വല്ലാത്തൊരു പവറുണ്ട്. ആ കുന്തവുമായി ചാടി ഉയർന്ന ഗൂഷിഷൻ പെട്ടെന്ന് അതിശക്തമായ ഒരു അച്ചക്കുത്ത് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ കുന്തം മാർക്ക് ഫെല്ലറുടെ ബോഡിക്കുള്ളിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. മാർക്കിന്റെ ബോഡി തുളച്ചുകൊണ്ട് ആ കുന്തം അങ്ങനെ കടന്നു പോയപ്പോൾ നടുങ്ങിപ്പോയത് എമോട്ട ക്രെയിനാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ നടുക്കം ഗൂഷിഷിന്റെ കണ്ണുകളിലാണ് വന്നത്. മാർക്കിന്റെ ബോഡിയിലേക്ക് ആഞ്ഞുകുത്തിയ ഗൂഷിഷൻ ശരിക്കും അമ്പരന്ന് പോയത് ആ കുന്തം ഈസിയായി കടന്നു പോയത് കൊണ്ടാണ്. ഈ കാഴ്ച ആ കാണികൾ മുഴുവൻ കാണുകയാണ്. അവരിൽ പലരും പല ശൈലിയിലെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഗൂഷിഷിന്റെ അപാരമായ ടൈമിങ്ങിൽ അമ്പരന്ന് പോയ ആളുകളുണ്ട്. അതേസമയത്ത് മാർക്കിന്റെ പുറത്തൂടെ ആ കുന്തം കയറി ഇറങ്ങിയതിന്റെ ഞെട്ടലിൽ ആളുകൾ ഇങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ ഗൂഷിഷൻ കണ്ണ് മുകളിലേക്കൊന്ന് ഉയർത്തി. അയാളുടെ തലയ്ക്ക് മുകളിൽ താഴേക്ക് പാഞ്ഞു വരികയാണ് വാളുമായി മാർക്ക് ഫെല്ലർ. ഗൂഷിഷൻ യഥാർത്ഥത്തിൽ കുത്തിയത് മാർക്കിന്റെ ആഫ്റ്റർ ഇമേജിലാണ്. മാർക്കിന്റെ ആ വേഗത ഗൂഷിഷിന് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. മാർക്കിന്റെ ആ ഇമേജ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മാർക്ക് ഗൂഷിഷിന് തൊട്ടു മുകളിലെത്തിയത്. ഗൂഷിഷൻ പെട്ടെന്ന് കുന്തം വലിച്ചെടുത്ത് പാഞ്ഞു വരുന്ന മാർക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മാർക്കിന്റെ അതിശക്തമായ ആ അറ്റാക്ക് ഗൂഷിഷിന്റെ ഷോൾഡറിൽ തന്നെ പതിച്ചു. മാർക്കിന്റെ വാള് ശക്തമായി ഗൂഷിഷിന് തോളി പതിച്ചതും ഗൂഷിഷിനും ആ സ്പിയറും ഒന്നിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീണ ഗൂഷിഷിന് മുകളിൽ മാർക്കിന്റെ 5th വെനറൽ മൗണ്ടൻ ഉപയോഗിച്ചിരിക്കുകയാണ്. തൽഫലമായി അതിശക്തമായ ഒരു പ്രഷർ ഗൂഷിഷിന് മുകളിൽ അനുഭവപ്പെട്ടു. ഗൂഷിഷിന്റെ തലയിൽ ചവിട്ടിയിരിക്കുന്ന മാർക്ക് ഒറ്റ ചവിട്ടിനെ ഗൂഷിഷിനെ ആ മണ്ണിലേക്ക് താഴ്ത്തി എന്ന് പറയാം. ശരിക്കും മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ 5th വെനറബിൾ മൗണ്ടന്റെ പ്രഷർ ഗൂഷിഷിനെയും കൊണ്ട് ആ തറ കൊഴിപ്പിച്ചിരിക്കുകയാണ്. ഗൂഷിഷൻ ആ പ്രഷർ പെട്ടെന്ന് തറയിലേക്ക് താന്നു. തൽഫലമായി ആ തറയിൽ നിന്ന് മണ്ണിങ്ങനെ ചിതറി തെറിക്കുകയാണ്. ഒരു വലിയ കുഴി തന്നെ അവിടെ രൂപപ്പെട്ടു. ഗൂഷിഷൻ തന്റെ സർവ്വശക്തി എടുത്ത് ആഞ്ഞെന്ന് അലറുമ്പോൾ മാർക്കും ആ 5th മൗണ്ടനും കൂടി ഒന്ന് മുകളിലേക്ക് തെറിച്ചു. ശരിക്കും തോൽവി സമ്മതിക്കാൻ ഒരു തരത്തിലും തയ്യാറല്ലാത്ത ഗൂഷിഷൻ ഇപ്പോൾ ഒരു വലിയ കുഴിക്കകത്ത് പെട്ടിരിക്കുകയാണ്. പക്ഷെ അയാളുടെ കയ്യിൽ അപ്പോഴും ആ സ്പിയർ ഉണ്ട്. ആ കുന്തം തലയിൽ കുത്തി ഗൂഷിഷൻ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. അയാള് മുകളിലേക്ക് കുതിച്ചു വരുമ്പോൾ മണ്ണൊക്കെ ചിതറി തെറിക്കുകയാണ്. ആ കുഴിയുടെ മുകളിലെത്തിയ ഗൂഷിഷൻ മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. ഇപ്പോൾ ഗൂഷിഷിന്റെ പുറത്ത് രക്തം ഒലിക്കുന്നുണ്ട്. ആ 5th മൗണ്ടനിലാണ് ഗൂഷിഷിന്റെ നോട്ടം. അത് അയാളെ രണ്ടാമത്തെ തവണയാണ് ശരിക്കും ദുർബലനാക്കിയത്. അയാളുടെ ബോഡിയുടെ അവസാന ഊർജ്ജം എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഗൂഷിഷൻ ശരിക്കും മാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഗൂഷിഷൻ മാർക്കിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. മാർക്ക് ഗൂഷിഷനോട് പറഞ്ഞു, ശിഷൻ, നിന്റെ അന്ത്യം അടുത്തു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മുന്നോട്ട് കുതിക്കാനായിട്ട് പോയതും ഗൂഷിഷിന്റെ കയ്യിൽ നിന്ന് ആ കുന്തം താഴേക്ക് വീണു. മാർക്ക് അത് കണ്ടതും അറിയാൻ നിന്നു പോവുകയാണ്. കുന്തം തറയിലേക്ക് വീണ ആ നിമിഷത്തിൽ ഗൂഷിഷൻ അയാളുടെ 2 കൈയും തലയിലൊന്ന് ചേർത്ത് പിടിച്ചു. ശരിക്കും തലയിൽ ആ 2 കൈയും ചേർത്ത് പിടിക്കുന്ന ഗൂഷിഷൻ വേദന കൊണ്ട് പൊളയും പോലെ മാർക്കിനെ തോന്നുകയും ചെയ്തു. മാർക്കിന് ആദ്യം തോന്നിയത് അയാൾ പുതിയ ഏതോ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ്. മാർക്ക് അതുകൊണ്ട് തന്നെ ഉറക്കെ ഗൂഷിഷിനോട് ചോദിച്ചു, ശിഷൻ, എന്താ പുതിയ സ്പെല്ല്? മാർക്ക് അത് ചോദിച്ചതും ഗൂഷിഷിന്റെ നെറ്റിയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് പെട്ടെന്ന് തെറിച്ചു. ശരിക്കും ഒരു റോക്കറ്റ് ചലിക്കും പോലെ അയാളുടെ നെറ്റിയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരികയായിരുന്നു. ആ പ്രകാശം മാർക്കിനും ഗൂഷിഷിനും ഇടയിലായി ഒന്ന് വന്നിട്ട് അങ്ങ് പൊട്ടിച്ചിതറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിനോ എമോട്ട ക്രെയിനോ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാണികൾക്കോ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല.
മാർക്ക് ഒരു നിമിഷം ശരിക്കും സ്റ്റക്കായി അങ്ങനെ നിന്നു പോവുകയാണ്. തന്റെ മുന്നിൽ പൊട്ടിത്തെറിച്ചത് എന്താണ്? മാർക്കിന് അത് എന്താണെന്ന് മനസ്സിലായില്ല. മാർക്ക് ഗൂശേഷനെ നോക്കുമ്പോൾ ഗൂശേഷൻ നിശ്ചലനായി നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട കാണികളിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാർക്ക്, ഇതാണ് ടൈം, അറ്റാക്ക്. മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളിൽ ഒരാള് ഉറക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞതും ബാക്കി കാണികളും ഉറക്കെ വിളിച്ചു, മാർക്ക്, അറ്റാക്ക്, അറ്റാക്ക്, ഗൂശേഷൻ അവസാനിപ്പിക്കേ, അവസാനിപ്പിക്കേ. അങ്ങനെ ആൾക്കൂട്ടം അലറിയതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരൊറ്റ ഇടി. മാർക്ക് ഗൂശേഷനെ ആഞ്ഞ് ഇടിച്ചതും മാർക്കിന്റെ കയ്യിൽ ഗൂശേഷൻ കയറിങ്ങ് പിടിച്ചു. മാർക്കിന്റെ കയ്യിൽ പിടിച്ച ഗൂശേഷൻ ആ കൈ ഒന്ന് ആഞ്ഞ് തള്ളുകയും ചെയ്തു. ഇടിയും തള്ളുമൊക്കെ അതിവേഗതയിലാണ് സംഭവിച്ചത്. മാർക്ക് ഒത്തിരി പുറകിലോട്ട് തെറിച്ചു വീണു. ദൂരേക്ക് തെറിച്ചു വീണ മാർക്ക് ഫെല്ലർ ചാടി എണീക്കുമ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത സംശയം. മാർക്ക് ഗൂശേഷനോട് ചോദിച്ചു, ഏയ് നീ ഗൂശേഷനല്ല, ഏയ് നീ ഹയറപ്സ് അല്ലേ? മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും എൻ്റെ കാണികളും വല്ലാതെ ഞെട്ടിപ്പോവുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ യഥാർത്ഥ സൃഷ്ടാക്കൾ, നിയന്ത്രിതാക്കൾ 8 ഹയറപ്സ് ആണെന്ന് ഇപ്പോൾ പലർക്കും അറിയാം. ആ ഹയറപ്സിനെ ആരും കണ്ടിട്ടില്ല. അവരുടെ ശബ്ദം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ നേതാക്കളിൽ പലരും കേട്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയാവുന്ന കാര്യം. ആ ശബ്ദത്തിന്റെ ഉടമകളെയാണ് ഹയറപ്സ് എന്ന് വിളിക്കുക. ആ ഹയറപ്പ് ആണോ എന്നാണ് മാർക്ക് ഇപ്പോൾ ചോദിക്കുന്നത്. മാർക്കിന്റെ ചോദ്യം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാതെ അമ്പരം നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ടു. ഏയ് മാർക്ക് ഫെല്ലർ, നീ സമർത്ഥൻ തന്നെയാണ്, നീ അതിവേഗം കാര്യം മനസ്സിലാക്കി. ഗൂശേഷൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗൂശേഷനോട് ചോദിച്ചു, ഏയ് ഗൂശേഷൻ എവിടെ? ആ ചോദ്യം കേട്ടതും ഗൂശേഷൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഗൂശേഷനോ? അവൻ മരിച്ചു. ഗൂശേഷൻ തന്നെ അങ്ങനെ ഉറക്കെ പറഞ്ഞപ്പോ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ശരിക്കും വട്ടായതുപോലെയായി. ഗൂശേഷൻ മരിച്ചു എന്ന് പറയുന്നത് സാക്ഷാൽ ഗൂശേഷൻ തന്നെയാണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന ആൾ ആരാണ്? ആളുകൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഉറക്കെ ആ മുന്നിൽ നിൽക്കുന്ന ഗൂശേഷനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്ത് ചതിയാ കാണിച്ചത്? നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു ഗൂശേഷൻ. ആ ഗൂശേഷനെ നിങ്ങൾ കൊന്നുവല്ലേ? മാർക്ക് ഫെല്ലർ, ഗൂശേഷന്റെ ജോലി സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ അവൻ പരാജയപ്പെടുന്നവന് ശിക്ഷ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. മാർക്ക് ഫെല്ലർക്കും ഗൂശേഷനും ഇടയിൽ ഒരു പ്രകാശം പൊട്ടിത്തെറിച്ചത് എന്താണെന്ന് ഇപ്പോഴാണ് മാർക്കിന് കത്തിയത്. അത് ഗൂശേഷന്റെ ഡിവൈൻ സെൻസ് ആണ്. ഗൂശേഷന്റെ ബോഡിയിൽ ഒരു ചെറിയ മാർക്ക്, ചെറിയൊരു അടയാളം ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലെ ആളുകൾ ഇട്ടിട്ടുണ്ട്. ആ അടയാളം ഹയറപ്സുകളിൽ ആരെങ്കിലും ഒരാളുടെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ അംശമാണ്. ആ ഡിവൈൻ സെൻസ് അതിശക്തമായതുകൊണ്ടാണ് ആ ഡിവൈൻ സെൻസിന് ഗൂശേഷന്റെ സെൻസിനെ അടിച്ച് പുറത്താക്കാൻ പറ്റിയത്. അടിച്ച് പുറത്താക്കിയെന്ന് മാത്രമല്ല, ആ നിമിഷത്തിന് ഗൂശേഷന്റെ ഡിവൈൻ സെൻസിനെ തകർക്കാനും ആ ഹയറപ്സിന്റെ ആ ഡിവൈൻ സെൻസിന് പറ്റി. മാർക്കിന് കഥ മനസ്സിലാകുന്നുണ്ട്. മാർക്ക് ഉറക്കെ അയാളോട് പറഞ്ഞു, നീ ആ ഗൂശേഷനേക്കാൾ തെമ്മാടിയാണല്ലോ. ഗൂശേഷന്റെ അന്തസ് പോലും നിനക്കില്ലാതെ പോയല്ലോ. ഹയറപ്സ്, നിങ്ങൾ ഇത്രയും അധപ്പതിച്ച ആളുകളാണെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഹയറപ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ 8 പേരിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ആ വിഷയം നീ വിട്. നിന്റെ ശക്തി ഞങ്ങൾക്ക് ബോധ്യമായി. നീ എന്റെ ശിഷ്യനായി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് മാർഷൽ സെയിന്റിൽ നിന്ന് മൈറ്റി ലെവലിലേക്കോ ആൾമൈറ്റി ലെവലിലേക്കോ കടക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നിനക്ക് മുന്നിൽ സകല റിസോഴ്സസും ഞങ്ങൾ തുറന്നു വെക്കാം. നീ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനെയും നോക്കി നടത്തുക. നിനക്ക് മുന്നിൽ എല്ലാ റിസോഴ്സസുകളും തുറന്നു കിട്ടുമ്പോൾ നീ ആയിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും ശക്തൻ. മാർക്ക് എന്തു പറയുന്നു? ഇങ്ങനൊരു അലയൻസ് നല്ലതല്ലേ? അത് കേട്ടതും മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ പറയുന്നത് നല്ലൊരു കാര്യമാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ട്. എമോട്ടക്രൈൻ ലേശ കൗതുകത്തോടെ മാർക്കിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് ആ
ഗൂഷീഷിന്റെ ബോഡിക്കുള്ളിൽ കയറിയിരിക്കുന്ന ഹൈറപ്സിലെ ഒരാളോടായി ഉറക്കെ പറഞ്ഞു, സാധാരണ നായ്ക്കളും മനുഷ്യന്മാരും തമ്മിൽ അസോസിയേഷനുകൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ ഒരു മനുഷ്യനായി മാറുമ്പോൾ നമുക്ക് അസോസിയേഷനെ കുറിച്ച് ആലോചിക്കാം. വളരെ ഭംഗിയായി മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞതും ഇത് കേൾക്കുന്ന കാണികൾ എന്ത് പറയണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. മാർഷൽ സെയിന്റായ മാർക്ക് ഫെല്ലർക്ക് മൈറ്റി ലെവലിലേക്കും ഓൾ മൈറ്റി ലെവലിലേക്കൊക്കെ വളരാൻ ഇതാ ഒരു അവസരം വന്നതാണ്. ആ അവസരം വേണ്ടാന്ന് വെക്കുകയാണ് മാർക്ക്. വേണ്ടാന്ന് വെച്ചു എന്ന് മാത്രമല്ല, ആ അവസരം ഓഫർ ചെയ്ത ഹൈറപ്സിനെ പട്ടി എന്ന് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാർക്ക് ആ ഡയലോഗ് പറഞ്ഞതും ഹൈറപ്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നൽകിയ ഓഫർ നീ നിരസിച്ചു. അതിന്റെ ഫലം എന്താണെന്ന് നീ ഇതാ അറിയാൻ പോവുകയാണ്. മാർക്ക്, നീ ശക്തനാണ് എന്നൊരു ധാരണ നിനക്കുണ്ടാകും. പക്ഷേ നിന്റെ ഒന്നുമല്ല എന്ന് നിന്നെ ഞാൻ എന്താ ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷീഷിന്റെ ബോഡിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്ന ആ ഹൈറപ്സ് അയാളുടെ രണ്ട് കൈയും ഒന്ന് അനക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കോൾഡ്രൺ പ്രത്യക്ഷപ്പെട്ടു. ഒരു കുട്ടികം, മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ആ ചെറിയ പാത്രം. പക്ഷെ ആ കുട്ടികം വലുതായി വരികയാണ്. അത് കണ്ടതും എമോട്ടർ ക്രെയിൻ ലൈറ്റനിങ് വേഗതയിൽ മാർക്കിന്റെ അടുത്തെത്തി. എമോട്ടർ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ കൂടെ കൂടാം. ബ്രദർ, അത് വേണ്ട. മാർക്ക്, ഇവിടെ ഈഗോയ്ക്ക് സ്ഥാനമില്ല. ഒന്നിച്ച് ഫൈറ്റ് ചെയ്താൽ നമുക്ക് അയാളെ തോൽപ്പിക്കാം. ബ്രദർ, അതല്ല, എനിക്ക് അയാളുടെ ശക്തി എന്താണെന്ന് അറിയണം. അതിന് അയാളുമായി ഫൈറ്റ് ചെയ്താലേ പറ്റൂ. അത് കേട്ടതും ഇമോട്ടർ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അയാൾ ശരിക്കും ഒരു ഓൾമൈറ്റി ലെവലുകാരനാണ്. അയാളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പരാജയം ഉറപ്പാണ്. ബ്രദർ, അതങ്ങനെയല്ല. ഇത് ഗൂഷീഷിന്റെ ബോഡിയാണ്. ഗൂഷീഷിന്റെ ബോഡിയിലേക്ക് അയാൾക്ക് അയാളുടെ പൂർണ്ണ ശക്തി കൊണ്ടുവരാൻ പറ്റില്ല. അയാൾക്ക് വളരെ കുറച്ച് ശക്തിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. മാർക്കും എമോട്ടർ ക്രെയിനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട ഗൂഷീഷിന്റെ ബോഡിയിലെ ആ ഡിവൈൻ സെൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പറഞ്ഞത് വാസ്തവമാണ്. എനിക്ക് എൻ്റെ ശക്തി പൂർണ്ണമായും ഈ ബോഡിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ശക്തിയുടെ 50% എനിക്ക് പക്ഷേ ഈ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും. അത് മതി എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ കോർഡർ പിൻവലിച്ചു. അതിനുശേഷം അയാൾ മുന്നോട്ടൊന്ന് കുതിക്കുകയാണ്. അയാൾ മുന്നോട്ട് കുതിച്ചതും മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. പക്ഷെ കാണിയൊക്കെ തോന്നുന്നത് മുന്നോട്ട് കുതിക്കുന്നത് ഗൂഷീഷിനും മാർക്ക് ഫെല്ലറുമാണെന്നാണ്. അവര് രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ വീണ്ടും ഒന്ന് കൂട്ടിമുട്ടി. അതിശക്തമായ ഗൂഷീഷിന്റെ പഞ്ചിന് മാർക്ക് അതുപോലെ തന്നെ കൈകൊണ്ട് മറുപടി കൊടുക്കുകയാണ്. ഗൂഷീഷിന്റെ ബോഡിയിലുള്ള ആ ഹൈറപ്സ് മാർക്കിന്റെ ആ പഞ്ച് അനുഭവപ്പെട്ടതും ഒത്തിരി പുറകോട്ട് മാറി. അയാള് അറിയാതെ ആ കൈ ഒന്ന് ഉയർത്തി നോക്കുകയാണ്. ഗൂഷീഷിന്റെ ആ വലം കൈയിൽ നിന്ന് രക്തം ഇറ്റി വീഴുകയാണ്. ആ കൈ ഒന്ന് നുറുങ്ങിയിട്ടുണ്ട്. ആ കൈയിലേക്ക് നോക്കിയ ആ ഹൈറപ്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് തമാശ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാറ്റിവെച്ച ആ കൗൾഡൺ വീണ്ടും പുറത്തെടുത്തു. പെട്ടെന്ന് ആ കൗൾഡൺ അങ്ങ് വലുതാവുകയാണ്. ആ കുട്ടികം പോലത്തെ പാത്രം അങ്ങനെ വലുതാകുമ്പോൾ അത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. ആ കൗൾഡൺ വലുതായതും ആ കൗൾഡണുമായി ആ ഗൂഷീഷിന്റെ ബോഡിയും മുകളിലേക്ക് ഒന്ന് കുതിച്ചു. ഇപ്പൊ ആകാശത്ത് തങ്ങി നിൽക്കുകയാണ് ഗൂഷീഷിന്റെ ബോഡിയുമായി ആ ഹൈറം. അയാളുടെ തൊട്ടു മുന്നിൽ വലിയൊരു പാത്രമുണ്ട്, വലിയൊരു കുട്ടികം, വലിയൊരു ചരുവ് എന്ന് പറയാം. ശരിക്കും അത് മരുന്നുണ്ടാക്കുന്ന ഒരു കോൾഡ്രനാണ്. ആ പാത്രത്തിനകത്തുള്ള വിഷ്ണുകൾ താഴെ നിൽക്കുന്ന ആളുകൾക്ക് കാണാം. ആ വിഷ്ണുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനകത്ത് ആയിരക്കണക്കിന് ബീസ്റ്റുകളാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയിലേക്ക് തന്നെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കൗണ്ടർ നിറയെ അതിശക്തരായ ബീസ്റ്റുകളാണ് ഉള്ളത്. ആ ബീസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണോ അതോ കൗണ്ടറിന്റെ പ്രത്യേകത കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ശരിക്കൊരു പ്രഷർ താഴേക്ക് അനുഭവപ്പെടുകയാണ്. ഈ കൗണ്ടറിനും ആ ഗൂഷന്റെ ബോഡിയും യഥാർത്ഥത്തിൽ ഇപ്പൊ ആകാശത്തിലാണ് ഉള്ളത്. ആ കാഴ്ചയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇമോട്ടർ ക്രെയിൻ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക്, ബി കെയർഫുൾ, ഞാൻ കൂടെ ഇടപെടണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇമോട്ടർ ക്രെയിൻ മാർക്കിന്റെ തൊട്ടടുത്തെത്തി. മാർക്ക് ഇമോട്ടർ ക്രെയിനോട് പറഞ്ഞു, ബ്രദർ, അത് വേണ്ട. മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ഒറ്റയ്ക്ക് ഇടപെടുന്നത് അബദ്ധമാണ്. ബ്രദർ, പേടിക്കണ്ട, ഇതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഇമോട്ടർ ക്രെയിൻ പുറകോട്ട് മാറി. ഈ സമയം കൊണ്ട് ആ കൗൾഡ്രൻ മാർക്കിനടുത്തേക്ക് ഏതാണ്ട് എത്താറായി.
ശരിക്കും ശക്തമായ പ്രഷർ മാർക്കിന് മുകളിൽ കൊടുത്തുകൊണ്ട് ആ കൗണ്ടർ ഇങ്ങനെ താന്നു വരികയാണ്. ഒരു വലിയ ആകാശ കപ്പലിനെ അനുസ്മരിപ്പിക്കുന്ന അത്രയും വലിപ്പം ഇപ്പോ ആ പാത്രത്തിനുണ്ട്. ആ പാത്രത്തിനകത്ത് ശബ്ദമുണ്ടാക്കുന്ന ഒരുപാട് ഭീകരജീവികളെ നമുക്ക് കാണാം. ശരിക്കും ഒരു മായിക സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ആ ആകാശത്ത് നമ്മൾ കാണുന്നത്. ആളുകളുടെ മനസ്സിനെ വല്ലാതെ വിഭ്രമിപ്പിക്കുന്ന ഒരു മായിക സൃഷ്ടി. ആ മായിക സൃഷ്ടി കൺട്രോൾ ചെയ്യുന്ന ഗൂഷിഷിന്റെ ബോഡിയിലുള്ള ആ ഹൈറപ്പ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. നീ എന്നെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഏയ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, നിന്നെപ്പോലെ മോശമായ ഒരാളെ അനുസരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. മൃഗങ്ങൾക്ക് പോലും നിന്നെക്കാൾ അന്തസ്സുണ്ട്. നിന്നെപ്പോലെ ഒരാളെ അനുസരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആരായെന്ന അതിന്റെ അർത്ഥം. മാർക്കിന്റെ മറുപടി കേട്ടതും ആ ഹൈറപ്സ് അലറി, അഹങ്കാരി, നീ തീർന്നടാ. അങ്ങനെ പറഞ്ഞ അയാൾ രണ്ട് കൈകൊണ്ടും താഴേക്ക് ഒരു ആക്ഷൻ കാണിച്ചതും ആ വലിയ പാത്രം ഒരു ഘുംഘാര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ആ കപ്പൽ പോലുള്ള പാത്രം താഴേക്ക് പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക്ഫെല്ലറുടെ ഇടത് കൈയിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഇടത് കൈയിലേക്ക് വന്ന ചിത്രത്തെ മാർക്ക് എടുത്ത് നിവർത്തി അങ്ങനെ പിടിച്ചു. അതിശക്തരായ ആളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കീഴടങ്ങാൻ വേണ്ടി വെള്ളക്കൊടി എടുത്ത് കാണിക്കുന്ന അതേ ശൈലിയിൽ മാർക്ക്ഫെല്ലർ ഒരു ചിത്രം എടുത്ത് കാണിക്കുകയാണ്. ആ ചിത്രത്തിനകത്ത് എന്താണ് ഉള്ളതെന്ന് മാർക്കിന് പുറകിലുള്ള ഇമോട്ടർ ക്രെയിനോ ആ കാണികൾക്കോ അറിയില്ല. ആകാശത്ത് നിൽക്കുന്ന ആ ഗൂഷിഷിന്റെ ബോഡിയിലുള്ള ഹൈറപ്പും അത് കണ്ടിട്ടില്ല. പക്ഷെ ആ പാത്രത്തിന് തൊട്ടു മുന്നിൽ മാർക്ക് ആ ചിത്രം അങ്ങനെ കാണിച്ചതും പെട്ടെന്ന് ആ പാത്രത്തിന്റെ മൂവ്മെന്റ് നിലച്ചു. അത് ആ അന്തരീക്ഷത്തിൽ ശരിക്കും നിശ്ചലമായി അങ്ങനെ നിന്നു പോവുകയാണ്. ആ പാത്രത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഗൂഷിഷിന്റെ ബോഡിയിലെ ഹൈറപ്സ് ആ കാഴ്ച കണ്ടതും ശക്തമായി കൈ ഒന്നുകൂടെ താഴേക്കാക്കി. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നീലപ്രകാശം മാർക്കിന്റെ ആ ചിത്രത്തിൽ നിന്ന് ആ പാത്രത്തിനെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ ചിത്രത്തിൽ നിന്ന് ആ നീലപ്രകാശം പാഞ്ഞു വരുന്നത് ശരിക്കും മുകളിലുള്ള ആ ഗൂഷിഷിന്റെ ബോഡിയിലെ ആ ഹൈറപ്പിനെ കാണാൻ പറ്റുന്നില്ല. അയാൾ ആകെ കണ്ടത് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ നീലപ്രകാശം ആ പാത്രത്തിലേക്ക് ഇടിച്ചതും ഒരു വല്ലാത്ത സ്ഫോടന ശബ്ദം സകലരും കേട്ടു. തീ ചിതറുന്നതും ആളുകൾ കണ്ടു, പ്രകാശം ചിതറുന്നതും ആളുകൾ കണ്ടു. അതിനിടയിൽ ആളുകൾ ആ കാഴ്ച കൂടി കാണുകയാണ്. ചെറു ചെറു കഷ്ണങ്ങളായി ആ പാത്രം ചിതറിത്തെറിക്കുന്ന കാഴ്ച തൻ്റെ കൺമുന്നിൽ. ആ പാത്രം ചിതറിത്തെറിച്ചപ്പോൾ വിശ്വസിക്കാനാവാതെ ഗൂഷിഷിന്റെ ബോഡിയിലുള്ള ആ ഹൈറപ്പ് അമ്പരപ്പോടെ മുന്നിലെ ആ കാഴ്ചയിലേക്ക് തന്നെ ഏതാനും നിമിഷം നോക്കി നിന്നു പോവുകയാണ്. പ്രകാശവും പൊടിപടലങ്ങളും അടങ്ങുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. മാർക്ക് ഒരു ചിത്രം മടക്കുന്നത് അത് കണ്ട ആ ഹൈറപ്പ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്റെ കയ്യിലുള്ള ചിത്രം ഏതാണ്? ഇതോ? ഇത് ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞതും മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ചിത്രം മാർക്കിന്റെ ആ ഡിവൈൻ ആർട്ടിഫാക്റ്റിനകത്തേട്ട് കയറി. മാർക്കിന്റെ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് ആ ചിത്രം കയറിയതും നമ്മുടെ ഗൂഷിഷിന്റെ ബോഡിയിലുള്ള ഹൈറപ്പിന്റെ മുഖം ഒന്ന് വിവർണമായി. അയാൾ അന്തരീക്ഷത്തു നിന്ന് ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. തറയിൽ കാലുകുത്തി അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്. അയാൾ മാർക്കിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അയാൾ ഒരൊറ്റ ഓട്ടം. മാർക്ക്ഫെല്ലറും ഇമോട്ടർ ക്രെയിനും ആ കാണികളും അമ്പരപ്പോടെ നോക്കുമ്പോൾ ഗൂഷിഷൻ അതിവേഗം ഓടുകയാണ്. ഗൂഷിഷൻ ഓടുന്ന ദിക്ക് ആ നിമിഷം തന്നെ മാർക്കിന് മനസ്സിലായി. അയാൾ ഓടുന്നത് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് നേരെയാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഓടുന്ന ഗൂഷിഷിന്റെ ബോഡിയിലുള്ള ആ ഹൈറപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് മാർക്കിന് പെട്ടെന്ന് മനസ്സിലായി. സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് നശിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങോട്ടേക്ക് ഓടുന്നത്. അത് മനസ്സിലാക്കിയ മാർക്ക് അതിവേഗം അയാൾക്ക് പുറകെ കുതിച്ചു. മാർക്ക് പുറകെ കുതിച്ചു വരുന്ന കണ്ടതും അയാൾ തറയിൽ ചവിട്ടി ആകാശത്തേക്ക് ഉയർന്നു. ശരിക്കും ജമ്പ് ചെയ്ത് അയാൾ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് പറക്കുകയാണ്. അത് കണ്ടത് മാർക്ക്ഫെല്ലറുടെ വലത് കൈ മാർക്ക് മുന്നോട്ടൊന്ന് അതിസ്പീഡിലാക്കുകയാണ്. അങ്ങനെ ആക്കിയപ്പോൾ മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് ഒരു സുവർണ പ്രകാശം ഒരു ബുള്ളറ്റ് പോലെ പാഞ്ഞ് ഗൂഷിഷിന്റെ ബോഡിയുടെ പുറകിൽ ശക്തമായിട്ട് ഒന്ന് ഇടിച്ചു. മാർക്ക്ഫെല്ലർ തന്നെ ആക്രമിക്കുകയാണെന്ന് അറിയാവുന്ന ആ വ്യക്തി എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പുറകെ പായുന്ന മാർക്ക്ഫെല്ലർ വീണ്ടും വീണ്ടും ഇരു കൈകൊണ്ടും ആ ഗോൾഡൻ പ്രകാശം ആ ബോഡിക്ക് നേരെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ശക്തമായ അറ്റാക്ക് ഗൂഷിഷിന്റെ ആ ബോഡിയിൽ അങ്ങനെ വീഴപ്പോൾ ആ ബോഡി പൊട്ടിക്കീറുന്നുണ്ട്. മാർക്കിന്റെ അറ്റാക്ക് ഒരു സമയത്ത് ഗൂഷിഷിന്റെ തലയിലും പതിച്ചു.
തലയും മുറിഞ്ഞു. പക്ഷെ എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ഗൂഷിഷിന്റെ ബോഡിയുമായി ഹൈറപ്പ് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഓടിക്കയറുകയാണ്. ഇതിനിടയിൽ ആ ബോഡിക്ക് തൊട്ടടുത്തെത്തിയിരുന്ന മാർക്ക് ഫെല്ലർ ശക്തമായ ഒരൊറ്റ പഞ്ച്, ആ പഞ്ച് ആ ബോഡി പതിച്ചതും ആ ബോഡി കറങ്ങി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്തേക്ക് വീണതും ഒരേ നിമിഷത്തിലാണ്. തൊട്ടുപുറകെ മാർക്ക് ഫെല്ലർ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് കുതിക്കുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഓടി വരികയാണ് സീസർ. സീസറുടെ തൊട്ട് മുന്നിലാണ് ഗൂഷിഷൻ വന്ന് വീണത്. ഓടി വരുന്ന സീസർക്ക് ഗൂഷിഷൻ വീഴുന്നത് കാണാം. താഴേക്ക് വീഴുന്ന ഗൂഷിഷിനെ രക്ഷിക്കാൻ വേണ്ടി സീസർ അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും മാർക്ക് ഫെല്ലർ സീസറോട് വിളിച്ചു പറഞ്ഞു, ലോർഡ് സീസർ, അത് ഗൂഷിഷൻ അല്ല, ഗൂഷിഷൻ മരിച്ചു, ഇത് വേറൊരാളാണ്. മാർക്ക് പറയുന്നതിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. അയാൾ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ച് നിൽക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ ഗൂഷിഷിന്റെ ബോഡിയുടെ അടുത്തെത്തിയിരുന്നു. അടുത്തെത്തിയ മാർക്ക് പറ ആ ബോഡിയിലേക്ക് പഞ്ച് ചെയ്തു. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ ബോഡി നിശ്ചലമായി. ശരിക്കും മാർക്കിന്റെ ഇടിയേറ്റ് ആ ബോഡി താഴെ വീഴുമ്പോൾ തന്നെ ആ ബോഡിയിൽ നിന്ന് ഒരു പ്രകാശം മുകളിലേക്ക് വന്നിരുന്നു. ആ പ്രകാശം ഒന്ന് വലുതായി. നമുക്കിപ്പോ അവിടെ ആ പ്രകാശം തെളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ഒരു രൂപം കാണാം. ഒരു ഫാൻറ്റമാണ് അവിടെ കാണുന്നത്, ഒരു മായാരൂപം. ആ മായാരൂപം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കുറിച്ചു വെച്ചോ, 100 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പടുത്തുയർത്തിയത്. അതാണ് നീ പൊളിച്ചടുക്കിയത്. മാർക്ക്, നീ അനുഭവിക്കാൻ പോവുകയാണ്. മാർക്ക്, നിന്നെ തകർക്കാനായി ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വരും. ആ വഴി ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ആ മായാരൂപം പറഞ്ഞതും മാർക്ക് വായുവിൽ വെറുതെ ഒന്ന് പഞ്ച് ചെയ്തു. മാർക്കിന്റെ പഞ്ച് ശരിക്കും ഒരു കാറ്റും പ്രകാശവും ഉണ്ടാക്കി. അത് ആ മായാരൂപത്തെ ഇടിച്ചതും അതങ്ങ് ചിതറി. സീസർ ഈ കാഴ്ച വല്ലാത്തൊരു അവിശ്വസനീയതയോടു കൂടിയാണ് കണ്ടത്. സീസർ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ രൂപത്തെ അറിയാം. സീസർ സ്ഥിരമായി കാണുന്ന ആ ഫാൻറ്റം രൂപം ഹൈറപ്സിൽ ഒരാളുടേതാണ്. ആ ഹൈറപ്സിനെയാണ് മാർക്ക് ഫെല്ലർ ഇതാ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. നിശബ്ദനായി ആ തകർന്ന് അപ്രത്യക്ഷമായ ആ മായാരൂപത്തെ ഒന്ന് നോക്കിയതിനു ശേഷം സീസർ ഗൂഷീഷന്റെ ആ ബോഡിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. ഇപ്പോ അത് ഗൂഷീഷന്റെ ബോഡിയാണെന്ന് പറയാൻ കഴിയാത്ത ശൈലിയിൽ ആകെ വിണ്ട് കീറിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ പഞ്ചുകൾ പതിച്ചിട്ടും ഗൂഷീഷന്റെ ആ ബോഡി സകല സ്ഥലവും പൊട്ടിക്കേറിയിരിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ സീസർ ആ ബോഡി കോരിയെടുത്തു. ആ ബോഡി 2 കൈകളിലേക്ക് കോരിയെടുത്ത സീസർ ആ ബോഡിയുമായി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് അങ്ങ് ദൂരെയായി കാണുന്ന മലയുടെ നേരെ നടന്നു തുടങ്ങി. സീസർ ആ ബോഡിയും കൊണ്ട് ആ മലയുടെ നേരെ നടക്കുമ്പോഴേക്കും ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനടുത്തെത്തി. ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ പില്ലറുകൾ ഇവിടുന്ന് ഇനി പോയില്ലേ? അപ്പോഴാണ് മാർക്കും അത് ശ്രദ്ധിച്ചത്. ആ 8 പില്ലറുകളും ഇപ്പോഴും അവിടെയുണ്ട്. അത് കണ്ടതും മാർക്ക് ഇമോർട്ടൽ ക്രെയിനോട് പറഞ്ഞു, ബ്രദർ, ഈ പില്ലറുകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ സ്കൈ ബ്ലഡ് റെയിൻബോയെ തകർക്കാൻ പറ്റും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനൊപ്പം ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് ഒന്ന് പരതി തുടങ്ങി. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ അവർക്ക് നോക്കാൻ പറ്റുന്ന സ്ഥലമെല്ലാം അവർ അരിച്ചു പറക്കുകയാണ്. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ടോറസുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംവിധാനം അകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല. ആ സംവിധാനമാണ് സ്കൈ ബ്ലഡ് റെയിൻബോയ്ക്ക് ശരിക്കും ഒരു കരുത്ത്. ഇവിടെയുള്ള ആ പില്ലറുകളിൽ സ്വീകരിക്കുന്ന ആ ഡിവൈൻ സെൻസിനെ ആ സംവിധാനം ഏതോ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് സ്കൈ ബ്ലഡ് റെയിൻബോയുടെ ബോഡിയിലേക്ക് ഒന്ന് പോർട്ട് ചെയ്യും. അങ്ങനെ പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ ഡിവൈൻ സെൻസുകൾ കൾട്ടിവേറ്റ് ചെയ്ത് ടോറസിന് ഒരു മാർഷൽ സെയിന്റ് ആകാൻ പറ്റും. ടോറസിനെ മാർഷൽ സെയിന്റ് ആകാൻ സമ്മതിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മാർക്കും ഇമോർട്ടൽ ക്രെയിനും കൂടി ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് അരിച്ച് പിറക്കുന്നത്. അവരെ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് മുഴുവൻ അരിച്ചു പിറക്കുമ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് അനവധി വീഡിയോകളും പോസ്റ്റുകളും കമന്റുകളും വന്നു നിറയുകയാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഒണാൻചൊള്ളി ഗൂഷിഷൻ മാർക്കിന്റെ കൈയാൽ കൊല്ലപ്പെട്ടു. അതാണ് പ്രധാന വാർത്ത. അവർ തമ്മിലുള്ള ഫൈറ്റിന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളും ഇഷ്ടം പോലെ ആ ഫോറത്തിനകത്ത് വന്നിരിക്കുകയാണ്. 100 കൊല്ലങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ മാർക്ക് ഫെല്ലർ പൊളിച്ച് അടുക്കിയിരിക്കുന്നു. അതാണ് മറ്റൊരു വാർത്ത. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആർക്കും തകർക്കാൻ കഴിയാത്ത പൈറോയിലെ ഏറ്റവും വലിയ സംവിധാനം,
അങ്ങനെയാണ് ആളുകൾ അതിനെ വിലയിരുത്തിയിരുന്നത്. ഗവൺമെന്റ് പോലും ഭയത്തോടു കൂടി മാത്രം കാണുന്ന ആ മാർഷൽ ആർട്സ് അസോസിയേഷനെ വെറും ഒരു സാധാരണക്കാരനായ മാർക്ക് ഫെല്ലർ ഇതാ തകർത്തിരിക്കുന്നു. മൈറ്റി ലെവലിലേക്ക് കടക്കാറായി നിന്ന സീനിയർ മാർഷൽ സെയിന്റായ പീക്ക് ലെവൽ മാർഷൽ സെയിന്റായ ഗു ഷീഷനാണ് മാർക്കിന്റെ കൈയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗു ഷീഷൻ മാത്രമല്ല, സീസർ ഒഴികെയുള്ള ബാക്കി എല്ലാ മാർഷൽ സെയിന്റുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് മാർക്ക് പൊളിച്ചടുക്കി. ഇപ്പൊ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ മാർക്കുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ അധികാരിയായി ഇതാ മാർക്ക് ഫെല്ലർ മാറിയിരിക്കുന്നു. കമന്റുകളും പോസ്റ്റുകളും ശരിക്കും മഴ പോലെ ആ ഫോറത്തിനകത്ത് വന്ന് നിറയുകയാണ്. കമന്റുകളുടെ ഒരു നിര തന്നെ വരികയാണ്. ആൾക്കാർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായി കേൾക്കുന്നത്, എന്തായി കാണുന്നത്? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ മാർക്ക് ഫെല്ലർ എന്ന സിംഗിൾ വ്യക്തി പൊളിച്ചടുക്കിയിരിക്കുകയാണ്. മിഡിൽ സിറ്റിയിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് മാർക്ക് ഫെല്ലർ എന്ന പേര് ആളുകൾ കേൾക്കുന്നത്. അവിടെ നിന്ന് ഇതുവരേക്കുള്ള മാർക്കിന്റെ ആ യാത്ര അവർണ്ണനീയം എന്നേ പറയാൻ പറ്റൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മാർക്ക് ഫെല്ലർ അയാളിതാ പീക്ക് ലെവൽ മാർഷൽ സെയിന്റിനെ തോൽപ്പിച്ചിരിക്കുന്നു. കമന്റുകളും ആരാധനയോടുള്ള പോസ്റ്റുകളും ഒക്കെയായി ആ ഫോറത്തിൽ അതങ്ങനെ നിറയുമ്പോൾ മാർക്ക് ഫെല്ലറും ഇമോട്ടർ ക്രെയിനും ഇപ്പോൾ നോക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്കുള്ള വാതിലാണ് അവർ നോക്കുന്നത്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് അകത്തുനിന്നാണ് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാനെന്നുള്ള കാര്യം ഇമോട്ടർ ക്രെയിന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിന് അകത്ത് കയറിയാൽ മാത്രമേ അയാൾക്ക് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ മിസ്റ്റിക് വേൾഡിൽ പോകാൻ പറ്റൂ. അവിടെയാണ് ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനം ഉള്ളത്. ഇത്രയും വിവരങ്ങൾ ഇമോട്ടർ ക്രെയിനുണ്ട്. ഇമോട്ടർ ക്രെയിൻ ആ വിവരങ്ങൾ മാർക്കുമായി പങ്കുവച്ചിട്ടുണ്ട്. മാർക്കും ഇമോട്ടർ ക്രെയിൻ കൂടി ആ എൻ്റർ ഏരിയയും അങ്ങനെ കറങ്ങി നടന്ന് നോക്കുമ്പോൾ മലയുടെ മുകളിൽ സീസർ ഗു ഷീഷിനെ അടക്കി കഴിഞ്ഞു. കുഴിയെടുത്ത് ഗു ഷീഷിനെ അടക്കിയ സീസർ അയാൾക്ക് വേണ്ടി അവിടെ ഒരു ശവക്കല്ലറയും പണിയുകയാണ്. നിശബ്ദമായി ഒറ്റയ്ക്ക് ആ കല്ലറ പണിയുന്ന സീസറെ താഴെ മാർക്ക് ഫെല്ലറും അതുപോലെ ഇമോട്ടർ ക്രെയിനും കാണുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് പുറമെ സാധാരണക്കാരായ ഒത്തിരിയേറെ ആളുകൾ ആ മിസ്റ്റിക് വേൾഡിനകത്തുണ്ട്. അവർക്കും ആ കാഴ്ച കാണാം. ഇതുവരെ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ സർവ്വ അധികാരവും കൈയാളിയിരുന്ന ഗു ഷീഷനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനവധി ആളുകൾ ആ മലയുടെ ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. അവരൊക്കെ നിശബ്ദമായി ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. ചിലരൊക്കെ മുകളിലേക്ക് കയറി സീസറെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീസർ അവരെ കൈകൊണ്ട് തടഞ്ഞു. താൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്തു കൊള്ളാം എന്നാണ് സീസർ ആ കയറി വന്ന ആളുകളോട് പറഞ്ഞത്. അത്തരത്തിലൊരു മറുപടി സീസർ പറയുമെന്നുള്ള കാര്യം മാർക്കിനും അതുപോലെ ഇമോട്ടർ ക്രെയിനും അറിയാം. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും സീസർ അടുത്തേക്ക് പോകാതിരുന്നത്. ആ ദിവസം മുഴുവൻ സീസർ മലയുടെ മുകളിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ഈ സമയത്തൊക്കെ ഫോറത്തിനകത്ത് സജീവമായ ചർച്ച നടക്കുകയാണ്. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും വാർത്ത കണ്ടു കഴിഞ്ഞു. ഷാൻഖായിയും ആ വാർത്ത കണ്ടു. അയാള് ശരിക്കും ആ വാർത്ത കണ്ട് നിശ്ചലനായി അയാളുടെ മൊബൈലിൽ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ അയാൾ വളരെ ലാഘവത്തോടെയാണ് തുടക്കത്തിൽ കൈകാര്യം ചെയ്തത്. ആ മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പൊളിച്ചടുക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിനേക്കാളേറെ ഷാൻഖായേക്കാളേറെ ഞെട്ടിയിരിക്കുന്നത് സാക്ഷാൽ ജിനാവോ ബ്ലാക്ക് ആണ്. ജിനാവോയ്ക്ക് ഗു ഷീഷന്റെ പവറിനെ കുറിച്ച് നല്ല ധാരണയാണ്. ആ ഗു ഷീഷനെ മാർക്ക് ഇടിച്ചു തോപ്പിക്കുന്ന വീഡിയോ അയാളുടെ മൊബൈൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗു ഷീഷൻ ഒരു പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആണ്. അയാളെയാണ് ഏഴ് ലെവൽ മാർഷൽ സെയിന്റായ മാർക്ക് ഇടിച്ചു തോൽപ്പിക്കുന്നത്. അത് കാണുമ്പോൾ ശരിക്കൊരു ഭയം ജിനാവോയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ പൈറോയിൽ തന്നെ വെല്ലാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് ഒരു വല്ലാത്ത അഹങ്കാരത്തോട് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് ജിനാവോ. ആ ജിനാവോ മാർക്കിന്റെ ആ ശക്തിയിൽ വല്ലാതെ ഭയപ്പെട്ട് അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വന്നു. ജിനാവോയുടെ മുറിയിലേക്ക് കടന്നു വന്ന വ്യക്തി ജിനാവോയെ കണ്ട് ജിനാവോയെ അഭിസംബോധന ചെയ്യുകയാണ്. എ മാസ്റ്റർ ബ്ലാക്ക്. ശബ്ദം കേട്ട ജിനാവോ തിരിഞ്ഞ് അയാളോട് ചോദിച്ചു, ഏയ് നിന്നോട് ആരാ പറഞ്ഞത് ഇവിടേക്ക് വരാൻ? ഏയ് ജിനാവോ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. അതിനാ ഞാൻ ഇവിടേക്ക് വന്നത്. ഏയ് എന്റെ സഹായം ചോദിക്കാൻ ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം ഉണ്ടായത്? അങ്ങനെ ചോദിച്ച് ജിനാവോ മാർക്കിനോടുള്ള സകല ദേഷ്യവും ആ വന്ന ആഗതനോട് കാണിക്കുകയാണ്. ജിനാവോ അയാളുടെ കൈയൊന്നുയർത്തി ഒന്ന് അനങ്ങിയതും ആ മുറിയിൽ ശക്തമായ ഒരു പ്രഷർ സൃഷ്ടിക്കപ്പെട്ടു. ജിനാവോ അവന്റെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് ഒരു പ്രഷർ സൃഷ്ടിച്ച് ആ ആഗതന്റെ മുകളിൽ അത് പരീക്ഷിക്കുകയാണ്. ആ ആഗതൻ ശരിക്കും ജിനാവോയുടെ ആ പ്രഷറിൽ ഒന്ന്
പെട്ടു എന്ന് പറയാം. ജിനാവോ ആ പ്രഷർ ഒന്ന് കൂട്ടിയതും അയാൾ പതുക്കെ പതുക്കെ കുനിഞ്ഞു തുടങ്ങിയാണ്. ശരിക്കും അയാള് കുനിഞ്ഞു തുടങ്ങിയതും ജിനാവോ കൈ പിൻവലിച്ചു. നിന്റെ സംസാരത്തിൽ സമന്മാരോടുള്ള സംസാരം എന്ന ഭാഗം വേണ്ട. നിനക്ക് എന്തെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ എന്നോട് അപേക്ഷിക്കുക. അത് കേട്ടതും ആ ആഗതൻ ജിനാവോയോട് പറഞ്ഞു, ജിനാവോ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ഒരു കാര്യത്തിനാണ്. എനിക്കൂടെ താല്പര്യമുള്ള കാര്യം എന്താ നീ ഉദ്ദേശിക്കുന്നത്? ജിനാവോ, മാർക്ക് ഫെല്ലർ എന്റെ ശത്രുവാണ്. എനിക്കറിയാം മാർക്ക് ഫെല്ലർ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ മാർക്ക് ഫെല്ലറെ കൊല്ലണം. ടോറസ്, ഞാൻ എന്തിന് മാർക്ക് ഫെല്ലറെ കൊല്ലണം? ജിനാവോ ചോദ്യം ചോദിച്ചതും സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന ടോറസ് ജിനാവോട് പറഞ്ഞു, ജിനാവോ, നിങ്ങൾക്ക് മാർക്കിനെ കൊല്ലാനുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം നടപ്പിലാക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. ടോറസ്, നിനക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ നീ എങ്ങനെയാ എന്നെ സഹായിക്കുക? ജിനാവോ ആ ടോറസിന് മുകളിൽ കൊടുത്ത പ്രഷർ പിൻവലിക്കാതിരുന്നെങ്കിൽ ടോറസ് എപ്പോഴേ തീർന്നനെ. ആ കാര്യം അറിയാവുന്ന ജിനാവോ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും ടോറസ് ജിനാവോട് പറഞ്ഞു, ജിനാവോ, എന്റെ കയ്യിൽ രഹസ്യ ആയുധങ്ങളുണ്ട്. ഞാനത് നിനക്ക് തരാം. നീ അതുപയോഗിച്ച് മാർക്കിനെ കൊല്ല്. മാർക്ക് എന്നെ ശരിക്കും ശല്യം ചെയ്തു. അവൻ എന്റെ പല പദ്ധതികളും പൊളിച്ചു. എനിക്ക് ഇനിയും സഹിക്കാൻ വയ്യ. ടോറസിന് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ടോറസിന്റെ ആ 8 പില്ലറുകളും അവിടെ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്താ ഉള്ളത്. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ ഉണ്ടായിരുന്ന മാർക്കിസ്റ്റുകളുടെ ഡിവൈൻ സെൻസുകൾ അബ്സോർവ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ആ പില്ലറുകൾ. ആ പില്ലറുകളിൽ നിന്ന് ആ ഡിവൈൻ സെൻസ് സ്വീകരിക്കാൻ ടോറസിന് ഒരു മാർഗവുമില്ല. അയാൾ അവിടേക്ക് ചെന്നാൽ ആ നിമിഷം മാർക്ക് അയാളെ കൊല്ലും. മാർക്ക് ഫെല്ലറും അയാളുടെ കൂട്ടുകാരനും അതിനകത്തുണ്ടെന്നുള്ള കാര്യം ടോറസിന് അറിയാം. ടോറസ് ശരിക്കും ഗൂഷീഷനും മാർക്കും തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്നു. അയാൾക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അയാൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് കടക്കാതിരുന്നത്. ആ 8 തൂണുകളിലായി ശേഖരിച്ചിരിക്കുന്ന ഡിവൈൻ സെൻസുകൾ അയാൾക്ക് കിട്ടിയാൽ അതുപയോഗിച്ച് അയാൾക്ക് മാസ്റ്റർ സെയിന്റ് ആകാം. അതിന് പക്ഷേ ആ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്ന് ആ ഡിവൈൻ സെൻസുകൾ എടുക്കണം. അതിനാണ് അയാൾക്ക് ജിനാവോട് സഹായം വേണ്ടത്. ആ കാര്യം പക്ഷെ ജിനാവോട് അയാൾക്ക് പറയാനും വയ്യ. ജിനാവോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ടോറസിനോട് പറഞ്ഞു, ടോറസ്, ഓക്കെ, ഞാൻ സഹായിക്കാം. അങ്ങനെ ജിനാവോ പറഞ്ഞതും ടോറസ് ജിനാവോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. ടോറസ് പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്ന് ജിനാവോ മനസ്സിൽ മറ്റൊരു കാൽക്കുലേഷനാണ് നടത്തുന്നത്. ജിനാവോയുടെ മനസ്സിൽ നിന്ന് ആ രൂപം അവിടെ മായുന്നില്ല. മാർക്കിനെ വെല്ലുവിളിക്കാനായി ജിനാവോ ചെന്നപ്പോ അവിടെ നല്ല പൊക്കമുള്ള ഒരാളുമായി ജിനാവോ ഒന്ന് ഇടഞ്ഞിരുന്നു. ആ ആളാണ് ജിനാവോയുടെ മനസ്സിൽ നിന്ന് മായാത്തത്. ഇമോർട്ടൽ ക്രെയിൻ ആരാണെന്നോ അയാളുടെ പശ്ചാത്തലം എന്താണെന്നോ ജിനാവോയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ആള് മാർക്കിനൊപ്പം ഉള്ളപ്പോ മാർക്കിനെ ആക്രമിച്ചാൽ അത് ശരിയാകില്ല എന്നൊരു തോന്നൽ ജിനാവോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോറസിന് വാക്ക് കൊടുത്തപ്പോൾ ഒരു കാരണവശാലും ഈ സമയത്ത് മാർക്കിനെ താൻ ആക്രമിക്കില്ല എന്ന് മനസ്സിൽ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് ജിനാവോ. അതറിയാതെയാണ് ടോറസ് ജിനാവോയുടെ അടുത്തുനിന്ന് സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് നടക്കുന്ന ടോറസിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഹ്ലാദമാണ്. ജിനാവോ മാർക്കിനെ കൊന്നു കഴിഞ്ഞാൽ അവന് ആ പില്ലറിലുള്ള ഡിവൈൻ സെൻസുകൾ മുഴുവൻ പുറത്തെടുക്കാൻ പറ്റും. അതുപയോഗിച്ച് അവന് മാർഷൽ സെയിന്റ് ആകാം. അവൻ മാർഷൽ സെയിന്റ് ആയാൽ പിന്നെ ജിനാവോ എന്നും അവനൊരു വിഷയമേ അല്ല. ഇപ്പോ ഒരുമാതിരിപ്പെട്ട മാർഷൽ സെയിന്റുകളൊക്കെ മാർക്ക് തീർത്തിരിക്കുന്നതുകൊണ്ട് താൻ തന്നെയാകും ഇനി നമ്പർ 1. അങ്ങനെ അനവധി കാൽക്കുലേഷൻസ് ആണ് ടോറസിന്റെ മനസ്സിലുള്ളത്. ഈ സമയത്ത് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ഫെല്ലറും ഇമോർട്ടൽ ക്രെയിനും അക്ഷമയോടുകൂടി ആ മലയിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും സീസർ താഴോട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയാ കാക്കുന്നത്. ആ രാത്രിയിൽ സീസർ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് ഏകദേശം ഉച്ച ആകാറായപ്പോഴാണ് സീസർ താഴേക്ക് ഇറങ്ങി വന്നത്. സീസർ മാർക്കിന്റെ അടുത്തേക്ക് വന്നതും മാർക്ക് സീസറോട് പറഞ്ഞു, സീസർ, നിങ്ങൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ? മാർക്കിന്റെ ആ ചോദ്യത്തിന് സീസർ ഒരു മറുപടിയും പറഞ്ഞില്ല. അയാൾ നിശബ്ദനായി നിൽക്കുകയാണ്. അത് കണ്ടതും ഇമോർട്ടൽ ക്രെയിൻ സീസറോട് ചോദിച്ചു, സീസർ, നിങ്ങൾ വെറുതെ ദുഃഖിക്കുകയാണ്. നിങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയാണ് ആ ഗൂഷീഷനെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ ഡയലോഗിന്റെ ചൂട് പിടിച്ചുകൊണ്ട് മാർക്കും സീസറോട് പറഞ്ഞു, സീസർ, ബ്രദർ പറഞ്ഞതാണ് ശരി. ഷീഷന് സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് വലുത്. അയാൾക്ക് അയാളും അയാളുടെ മകനും അതിനപ്പുറത്തേക്കൊരു ലോകമില്ല. അതുമാത്രമല്ല, ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ എന്തോരം സ്ത്രീകളാണ് ആ അച്ഛൻ്റെയും മകൻ്റെയും പരാക്രമത്താൽ അപമാനിക്കപ്പെട്ടത്. നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, ഇന്ന് ടോറസിന്റെ ഈ പില്ലറുകൾ ആളുകളെ കൊന്നൊടുക്കുമ്പോൾ അത് തടയാൻ ഒരു ശ്രമവും ഗൂഷീഷൻ നടത്തിയില്ലല്ലോ. അയാൾക്ക് അയാളോട് മാത്രമേ താല്പര്യമുള്ളൂ. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും സീസർ
അല്പനേരം മാർക്കിനെ അങ്ങനെ നിശബ്ദനായി ഒന്ന് നോക്കി നിന്നു. അതിനുശേഷം സീസർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്ക് എന്താ അറിയേണ്ടത്? മാർക്ക് സീസറെ കാത്തു നിന്നത് എന്തോ കാര്യം അറിയാൻ വേണ്ടിയാണെന്ന് സീസർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് സീസർ അങ്ങനെ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും എമോട്ടർ ക്രെയിൻ സീസറോട് ചോദിച്ചു, മിസ്റ്റർ സീസർ, ഈ സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് വഴി മാത്രമേ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ കഴിയൂന്ന് എല്ലാവർക്കും അറിയാം. ആ വഴി ഏതാണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വളരെ ഡയറക്റ്റായ ചോദ്യമാണ് എമോട്ടർ ക്രെയിൻ സീസറോട് ചോദിച്ചത്. എമോട്ടർ ക്രെയിൻ ചോദിച്ച ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് സീസർ ആലോചിക്കുമ്പോൾ മാർക്ക് സീസറോട് ചോദിച്ചു, സീസർ, ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാനുള്ള വഴി അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും അത് അറിയാമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഏതാണ് ആ വഴി? എമോട്ടർ ക്രെയിന്റെയും മാർക്ക് ഫെല്ലറുടെയും ആ ചോദ്യങ്ങൾ ശരിക്കും ഒന്ന് തന്നെയാണ്. ആ ചോദ്യങ്ങൾ കേട്ടതും സീസർ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ശരിക്കും ആ വഴി എനിക്കറിയില്ല. അറിയില്ലെന്നോ? അതേ മാർക്ക്, അറിയില്ല. സീസർ, നിങ്ങൾ എന്തായി പറയുന്നത്? ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് പലപ്പോഴും ഇവിടെ ആ ഹയറപ്സ് വരുന്നതല്ലേ? അവർ വരുന്ന വഴി അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? മാർക്ക്, ആ വഴി അറിയാവുന്ന ഏക വ്യക്തി ഗുഷീഷനാണ്. പക്ഷെ ഗുഷീഷൻ ഇപ്പൊ ഇല്ല. ഗുഷീഷന്റെ മകൻ ഗു ഷിങ് ഇപ്പോ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലാണ് ഉള്ളത്. ഏത് വഴിയിലൂടെയാണ് ഗുഷിങ്ങിനെ അവിടേക്ക് കൊണ്ടുപോയെന്നും എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ഈ ഹൈറപ്സിന്റെ ആ ഫാൻറ്റം രൂപം ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അവർ വന്ന കാര്യം അറിയുക. അവർ ഏത് ഭാഗത്തു കൂടിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നോ എങ്ങനെയാണ് അവരിവിടുന്ന് അപ്രത്യക്ഷമാകുന്നതെന്നോ എനിക്ക് ഇപ്പോഴും അറിയില്ല. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകേണ്ട വഴി തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം സീസർ വ്യക്തമാക്കിയതും മാർക്ക് ഫെല്ലർ സീസറോട് ചോദിച്ചു, സീസർ, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? മാർക്ക്, ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്നാണ് ഹെവനിലേക്കുള്ള പാത്ത് ഉള്ളത്. ഹെവനിലേക്കുള്ള പാത്ത്, അതേ മാർക്ക്, ഈ ഭൂമിയും ഭൂമിക്ക് പുറത്തുള്ള ഗോളങ്ങളുമായി ഒരു പാത്ത് വഴി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സീസർ പറഞ്ഞ ആ വാചകം കേട്ട് മാർക്കും എമോട്ടർ ക്രെയിനും അറിയാതെ മുഖാമുഖം നോക്കി പോവുകയാണ്. അവർ ഇതുവരെ കരുതിയത് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ മിസ്റ്റിക് വേൾഡ് ഭൂമിയിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കുമെന്നാണ്. ഇപ്പൊ ഇതാ സീസർ പറയുന്നത് മറ്റൊരു കഥയാണ്. ഭൂമിക്ക് പുറത്ത് മറ്റേതോ സ്ഥലത്താണ് ആ മിസ്റ്റിക് വേൾഡ്. അവരുടെ മുഖത്തെ ആ അമ്പരപ്പ് വായിച്ചുകൊണ്ട് സീസർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഈ ഭൂമിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ശരിക്കും ഒരു പാത്തുണ്ട്. പക്ഷെ ആ പാത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഗാർഡിയൻ സീൽ ചെയ്തു. ഗാർഡിയൻ സീൽ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം സീസർ മാർക്കിന്റെ മുഖത്ത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, ഗാർഡിയൻ ആ സീല് ചെയ്തതിന് ശേഷം മിസ്റ്റിക് വേൾഡിന് അകത്ത് മാത്രമാണ് മാർഷൽ സെയിന്റുകൾ ഉണ്ടായിരുന്നത്. പുറത്തുള്ള മുഴുവൻ മാർഷൽ സെയിന്റുകളെയും ഗാർഡിയൻ വധിച്ചിരുന്നു. മാർക്ക് ഫെല്ലർക്കും ആ വാർത്ത അറിയാം. ഗാർഡിയൻ മാർഷൽ സെയിന്റുകളെ മുഴുവൻ വധിച്ച് ഭൂമിയിൽ സമാധാനം കൊണ്ടുവന്ന കഥ അവൻ ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ലൈബ്രറിയിൽ പുസ്തകം വായിക്കുമ്പോൾ കണ്ടതാണ്. മാർക്ക്, ആ സീല് ഉണ്ടായിരുന്നത് കൊണ്ട് മിസ്റ്റിക് വേൾഡുകൾക്കകത്തും ഈ കാലഘട്ടത്തിൽ ഒരു മാർഷൽ സെയിന്റും ഉണ്ടായിട്ടില്ല. മിസ്റ്റിക് വേൾഡിനകത്തുള്ള മാർഷൽ സെയിന്റുകളൊക്കെയും നേരത്തെ ഉണ്ടായവരാണ്. മാർക്കിന് അതും അറിയാം. ഇമോട്ടർ ക്രെയിനും മാർക്കും അവർക്കറിയാവുന്ന ഒരു കാര്യം കേൾക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഈ കഥ കേൾക്കുന്നത്. അപ്പോ സീസർ ഇമോട്ടർ ക്രെയിനെയും മാർക്കിനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, പക്ഷേ ആ സീല് കഴിഞ്ഞ കുറെ നാളുകളായി കുറേശ്ശെ ഇളകി തുടങ്ങിയിരുന്നു. ചെറിയ ചെറിയ വിള്ളലുകൾ ആ സീലിൽ വന്നു. ആ സീല് പൊട്ടിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മിസ്റ്റിക് വേൾഡിന് പുറത്തും മിസ്റ്റിക് വേൾഡിന് അകത്തും മാർഷൽ സെയിന്റുകൾ ഉണ്ടായി തുടങ്ങിയത്. അന്ന് ഈ സീല് പതിപ്പിക്കുമ്പോൾ തന്നെ ഗാർഡിയൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ എറ വരുമ്പോൾ ആ സീല് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടുമെന്നും ആ സമയത്ത് മാർഷൽ സെയിന്റുകൾ ജനിക്കുമെന്നാണ് ഗാർഡിയൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇപ്പോൾ ഗോൾഡൻ എറ ആണെന്നാണ്. ഒരു സുവർണ യുഗത്തിലാണ് മാർക്ക് ഫെല്ലർ നിൽക്കുന്നതെന്നാണ് സീസർ പറയുന്നത്. സുവർണ യുഗം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീല് മാറും. ആ സീല് മാറുമ്പോൾ മാർഷൽ സെയിന്റുകൾ എല്ലാ ഭാഗത്തും ഉദയം കൊള്ളുകയും ചെയ്യും. ആ കാര്യം മാർക്കിനും അതുപോലെ ഇമോട്ടർ ക്രെയിനും മനസ്സിലായി. പെട്ടെന്ന് ഇമോട്ടർ ക്രെയിൻ ചോദിച്ചു, അപ്പോൾ ഈ പാത്തിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗത്തിലൂടെയും നമുക്ക് ആ മിസ്റ്റിക് വേൾഡുകളിലേക്ക് പോകാൻ കഴിയില്ലേ? ആ ചോദ്യം ഇമോട്ടർ ക്രെയിൻ ചോദിച്ചതും സീസർ ഇമോട്ടർ ക്രെയിനോടും മാർക്കിനോടായി പറഞ്ഞു, എൻ്റെ അറിവിൽ അത് ബുദ്ധിമുട്ടാണ്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, അപ്പോൾ ഓൾമൈറ്റി ലെവലുള്ള എല്ലാവരും ഈ പാത്തിലൂടെ തന്നെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. മാർക്ക് എങ്ങനെ ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. മാർക്കിന് ആ ഹെവൻലി വാനില കൊണ്ടു കൊടുത്തത് ശരിക്കും ആൾമൈറ്റി ലെവലിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ബ്ലാക്ക് കുടുംബത്തിൽ നിന്നാണ് അയാൾ വന്നത്.
അയാള് നേരത്തെ വന്ന സമയത്ത് എമിലിയെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. 2 തവണ അവര് ഭൂമിയിലെത്തിയതിന് തെളിവ് മാർക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിലൂടെയാണ് അവർ വന്നതെങ്കിൽ അവർ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് മാർക്കിന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് മാർക്ക് വീണ്ടും അങ്ങനെ ചോദിച്ചത്. മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും സീസർ മാർക്കിനോടായി പറഞ്ഞു, ഈ പാത്തിലൂടെ അല്ലാതെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ഈ ശൂന്യത ബ്രേക്ക് ചെയ്താണ് വരേണ്ടത്. ശൂന്യത ബ്രേക്ക് ചെയ്യാനാണ്. അതേ മാർക്ക്, ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ കാണില്ലേ? ഗോളങ്ങൾക്കിടയിൽ കാണുന്ന ആ സ്ഥലത്തെയാണ് ശൂന്യത എന്ന് പറയുന്നത്. സീസർ ആ വാചകം പറഞ്ഞപ്പോൾ മാർക്കും ഇമോട്ടക്രെയിനും വീണ്ടും മുഖാമുഖം ഒന്ന് നോക്കി പോവുകയാണ്. മാർക്കിന്റെ മനസ്സിൽ പല ചിന്തകളുമാണ് വരുന്നത്. മാർക്കിനെ കാണാൻ വന്ന ആ ആൾമൈറ്റി ലെവലുകാരനും നേരത്തെ എമിലിയെ കൊണ്ടുപോകാനായിട്ട് വന്ന ആ ആൾമൈറ്റി ലെവലുകാരും അപ്പോൾ ഇവിടേക്ക് വന്നത് ആ ശൂന്യത ബ്രേക്ക് ചെയ്താണ്. ശരിക്കും ആകാശത്തുള്ള ഏതോ ഗോളത്തിൽ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ട്. ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഭൂമിയിലേക്ക് യഥാർത്ഥ പാത്തിലൂടെ അല്ലാതെ അവരെത്തിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യമാണ് മാർക്കിന്റെ മനസ്സിലേക്ക് തെളിയുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സീസർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി അറിയാം. ആ ഹൈറപ്സ് പറഞ്ഞ വാചകം മാർക്കും ഇമോട്ടക്രെയിനും കേട്ടതാണ്. 1 മാസത്തിനകം ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഒരു വഴി ആ ഹൈറപ്സ് ഉണ്ടാക്കുമെന്നും ആ വഴിയിലൂടെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് അവരെത്തുമെന്നും അവിടെ വെച്ച് മാർക്കിനെ കൊല്ലുമെന്നുമാണ് അയാൾ പറഞ്ഞത്. ആ ഡയലോഗ് ഓർമ്മയുള്ള മാർക്കും അതുപോലെ ഇമോട്ടക്രെയിനും സീസറുടെ മുഖത്തേക്ക് നോക്കിയതും സീസർ അവരോട് പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡും സെക്കൻഡ് മിസ്റ്റിക് വേൾഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്ത് സീൽഡാണ്. ആ സീല് പൊട്ടിച്ച് ഇവിടെ എത്താൻ അവർക്ക് 1 മാസം സമയം വേണമെന്നാണ് അവർ പറഞ്ഞത്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡും സെക്കൻഡ് മിസ്റ്റിക് വേൾഡും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സുഗമമായ ഒരു പാത നേരത്തെ ഉണ്ടായിരുന്നു. ആ പാത്ത് സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ സീല് തകർത്ത് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ആ ഹൈറപ്സ് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ വരുന്നത് വരെ മാർക്കിനും കൂട്ടർക്കും പിടിച്ചിരിക്കാൻ പറ്റും. വരുന്നത് ശരിക്കും മൈറ്റി ലെവലിലും ഓൾമൈറ്റി ലെവലിലൊക്കെയുള്ള അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ മുന്നിൽ മാർക്ക് ഒന്നുമല്ല. ആ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടാണ് സീസർ അങ്ങനെ പറഞ്ഞത്. പക്ഷെ സീസർ അങ്ങനെ പറയുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം ഉദിക്കുകയാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വരാൻ വഴി ഉണ്ടാക്കാൻ ആ ഹൈറപ്സ് ശ്രമിക്കുമ്പോൾ ഗൂഷിങ് എങ്ങനെയാണ് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോയത്? ആ സംശയം മനസ്സിലേക്ക് വന്നതും മാർക്ക് സീസറോട് ചോദിച്ചു, സീസർ, അങ്ങനെയെങ്കിൽ ഗൂഷിങ് എങ്ങനെ ഇവിടെ നിന്ന് ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോയി? മാർക്ക്, ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ആളല്ല. ഞാൻ കണ്ടിട്ടില്ല ഗൂഷിങ് എങ്ങനെയാണ് പോയതെന്ന്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ എന്തോ ഒരു രഹസ്യ മാർഗം ഉണ്ടായിട്ടുണ്ടാവും. അത് പക്ഷേ ഗൂഷീഷിന് മാത്രമേ അറിയാവൂ. അതുവഴിയാണ് അദ്ദേഹത്തിന്റെ മകനെ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് അയച്ചത്. ആ വഴി കൂടി ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വരാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ ഹൈറപ്സ് വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചാലും 1 മാസം അവർ ശ്രമിച്ചാലേ ആ വഴി ഉണ്ടാവൂ എന്നല്ലേ അവർ പറഞ്ഞത്. സീസർ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുകയാണ്. മാർക്കും ഇമോട്ടക്രെയിനും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചനയിലേക്ക് കടന്നു. ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. ഇനിയുള്ളത് ഇന്നത്തെ ചോദ്യമാണ്. ഇവിടെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അനവധി ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ എന്റെ പിന്നിൽ വന്നത് നിങ്ങൾ കണ്ടു കാണും. ചോദ്യം നമ്പർ 1, മാർക്ക് ഫെല്ലറെ ആക്രമിക്കാനായി ഗൂഷീഷൻ തയ്യാറെടുക്കുന്ന സമയത്ത് ടോറസിന്റെ പില്ലറുകൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ ഉയർന്നിരുന്നു. ആ സമയത്ത് ഏത് ദ്വീപാണ് എന്റെ പുറകിൽ ഉണ്ടായത്? മനുഷ്യനുണ്ടാക്കിയ കൃത്രിമ ദ്വീപുകളാണ് ശരിക്കും എന്റെ പിന്നിൽ കാണുന്നത്. ഈ ദ്വീപുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് ചോദിക്കുന്നത്. ചോദ്യം നമ്പർ 2, ഗൂഷീഷന്റെ ബോഡിയിൽ നിന്ന് ഗൂഷീഷന്റെ ആ ഡിവൈൻ സെൻസിനെ തെറിപ്പിച്ച ആ നിമിഷത്തിൽ ഏത് ദ്വീപാണ് എന്റെ പുറകിൽ ഉണ്ടായിരുന്നത്? ചോദ്യം നമ്പർ 3, ഗൂഷീഷൻ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ കൊല്ലപ്പെടുന്ന നിമിഷത്തിൽ എന്റെ പിന്നിൽ കണ്ട ആ ദ്വീപ് ഏതാണ്? 3 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തുക. ലോകത്തിലെ വിവിധ കാഴ്ചകൾ നിങ്ങളോട് ഇങ്ങനെ അവതരിപ്പിച്ച് പോകുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകും. അതുവരേക്കും നമുക്ക് ഇങ്ങനെ കള്ളനും പോലീസും കളിച്ച് മുന്നോട്ട് പോകാം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു.
ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.